മക്കളെ ഗുഡ് ഈവനിങ്. പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെന്ന് ഷെയറായിട്ട് കൈവശം കാണിച്ചെല്ലാവരും. ഓക്കെ നമ്മുടെ പ്രെയർ ടൈം ആണ്. ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതൊന്ന് വേഗത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നാളെ അക്കൗണ്ടൻസി എക്സാം ആണ്, നമ്മുടെ എല്ലാത്തിലും ലാസ്റ്റ് എക്സാം ആണ് അല്ലേ. മെയിൻ പേപ്പേഴ്സിന്റെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കണം, നീ ഉണ്ടല്ലോ അല്ലേ. അക്കൗണ്ടൻസിയിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ. യെസ്, നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളും കഴിഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമുക്ക് കുറച്ച് തിയറീസ് ഒക്കെ വേഗം പറഞ്ഞുതരാം കേട്ടോ. വേഗത്തിൽ നമുക്ക് തിയറീസ് കവർ ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ്, ഇത് എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഫിക്സഡ് ക്യാപിറ്റൽ 2 അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗിൽ ഓൺലി 1 അക്കൗണ്ട് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് അൺഓൾട്ടേർഡ് ആണ്, ഇത് ഫ്ലക്ച്വേറ്റ് ആണ്. ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതെല്ലാം ഇവിടെ കാണിക്കുക കറണ്ട് അക്കൗണ്ടിലാണ്, ഇവിടെ എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അറിയാലോ നിങ്ങൾക്ക് ഇതൊക്കെ ഡിഫറൻസ് അറിയില്ലേ സർ? അടുത്ത പേജ്. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻ അല്ലെ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പ്രത്യേകം പറഞ്ഞാൽ മാത്രം ആ മെത്തേഡിൽ ചെയ്താൽ മതി. ഇതാണെങ്കിൽ നോട്ട് നെസസറി. മെത്തേഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏതാണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇതെപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്തിന്? ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ്, അങ്ങനെയാണ് അർത്ഥം കേട്ടോ. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അവിടെ ക്യാപിറ്റൽ മാത്രമേ എഴുതത്തുള്ളൂ. സോ അതുകൊണ്ട് ക്രെഡിറ്റിലായിരിക്കും എമൗണ്ട് കൂടുതൽ. ഇവിടെ ഇറ്റ് മീ ഷോ ഡെബിറ്റ് ബാലൻസ്, ഇതെന്താവാം, ഡെബിറ്റ് ബാലൻസും ആകാം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഡിഫറൻസ് എല്ലാ തവണ എക്സാമിന് വരാറുണ്ട് കേട്ടോ, പബ്ലിക് എക്സാമിന്. സോ അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പോവുക. ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് നമ്മുടെ ഡിഫറൻസ് ഒരു 3 എണ്ണമെങ്കിലും പഠിച്ചിട്ട് പോവാം. ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ച്. അതുപോലെ പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സിൽ അറിയാലോ, പാർട്ട്നേഴ്സ് ആർ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൾ. അറിയാലോ, പാർട്ട്ണർ ഏജന്റും ആണ് പ്രിൻസിപ്പളും ആണ് അല്ലെ. ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതുകൊണ്ടാണ് പാർട്ട്ണർ ഏജന്റും പ്രിൻസിപ്പൾ ആകുന്നത് കേട്ടോ. അറിയാലോ എല്ലാവർക്കും. എല്ലാ പാർട്ട്ണർഷിപ്പിലെ എല്ലാ പാർട്ട്ണറും ഏജന്റും ആണ് പ്രിൻസിപ്പളും ആണ്. ബിസിനസ്സിൽ എല്ലാ പാർട്ട്ണറിന് വേണ്ടി ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾ പ്രിൻസിപ്പളും ആണ്, മറ്റുള്ളവരുടെ ഏജന്റും ആണ്. അതുകൊണ്ടാണ് പാർട്ട്ണറിനെ ഏജന്റ് എന്നും പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കേട്ടോ. പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷനിലെ ആ പോയിന്റ് ഓർത്ത് വെക്കാം, ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ക്ലിയർ ആയില്ലേ? 1932 ആണ് പാർട്ട്ണർഷിപ്പ് ആക്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് നോക്കുക. റൂൾസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് നോക്കാം. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മേ ബി 1 മാർക്കിന് വരും. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%, ബാക്കിയൊന്നും നോട്ട് അലൗഡ്. അറിയാലോ എല്ലാവർക്കും. കൈവിശിക്ക് സെറ്റ്. അടുത്ത നമുക്കൊരു പ്രോബ്ലം ആണ്, നമുക്ക് അടുത്ത തിയറിയിലോട്ട് പോകാം. ദിവ്യ ആൻഡ് രേഷ്മ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:1. ദിവ്യയും രേഷ്മയും പാർട്ട്നേഴ്സ് ആണ്. അതിലേക്ക് ഷീബ എന്ന് പറയുന്ന പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാണ്. 1/4 ഷെയർ ആണ് ഷീബയ്ക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ, വിത്ത് എ ഗ്യാരണ്ടി ദാറ്റ് ഹെർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷാൽ നോട്ട് ബി അറ്റ്ലീസ്റ്റ് 70,000. കണ്ടോ, ഷീബയെ അഡ്മിറ്റ് ചെയ്തപ്പോ ഷീബയ്ക്ക് മിനിമം ഒരു 70,000 റുപ്പീസ് എങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അഫ്രീൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, ഈസി ആയിരുന്നു. മീൻ മീഡിയം മോഡൊക്കെ എഴുതി 8 മാർക്കിന്. റാങ്ക് കോറിലേഷൻ ഒക്കെ ചെയ്തില്ലേ? ഡി സ്ക്വയർ ഒക്കെ സെറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ട് അറ്റ്ലീസ്റ്റ് മിനിമം 70,000 വേണമെന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് എത്ര? നെറ്റ് പ്രോഫിറ്റ് 1,60,000 ആണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാ, ഡെബിറ്റ് സൈഡ് വരയ്ക്കുന്നു. മക്കളെ, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചാൽ മതി. സോ പർട്ടിക്കുലേഴ്സ് amount. നമുക്ക് ആദ്യം നെറ്റ് പ്രോഫിറ്റ് ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതാറ്. സോയുടെ നെറ്റ് പ്രോഫിറ്റ് 1,60,000 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ മക്കളെ? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾക്ക് വരയ്ക്കാതെ ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ആകെ 2 ഐറ്റേ ഉള്ളൂ, നെറ്റ് പ്രോഫിറ്റും അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതാത്ത ഐറ്റം ഏതാണെന്ന് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും. ഏതാണ് എഴുതാത്ത ഐറ്റം? ഡ്രോയിങ്സ് ആണ് കേട്ടോ. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഷോ ചെയ്യാത്ത ഐറ്റം ഏതാ? ഡ്രോയിങ്സ് കേട്ടോ. ഗോകുൽ ഗിരീഷ്. അപ്പൊ ഡ്രോയിങ്സ് ആണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതാത്ത ഐറ്റം. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എഴുതാ, ക്രെഡിറ്റ് സൈഡിൽ ഇതാ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് എഴുതണം. അതുപോലെ നമുക്ക് ഡ്രോയിങ്സ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നു, ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് A ഇത്ര B ഇത്ര. എന്നിട്ട് പറയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 6% per annum എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ ഡ്രോയിങ്സ് ഇല്ലേ, അതേ ഇൻറ്റു 6/100 മാത്രം ചെയ്താൽ പോരാ, 6/12 ചെയ്യണം. മനസ്സിലായോ? കത്തിയോ? ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ലല്ലോ. എയുടെയും ബിയുടെയും ഡ്രോയിങ്സ് ഇത്രയാണ്. എയുടെയും ബിയുടെ ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദി ഇയറിൽ ഇത്രയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6% ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ എഴുതാറില്ലേ? ക്രെഡിറ്റ് സൈഡിൽ എഴുതാറില്ലേ ശിവചന്ദ്ര?
അപ്പൊ ഈ ഡ്രോയിങ്സ് ഇൻറ്റു 6/100 മാത്രം ചെയ്താൽ പോരാ, 6/12 ചെയ്യണം. 6 മാസത്തേക്കാണ്. ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഇല്ലോ. എയുടെയും ബിയുടെ ഡ്രോയിങ്സ് മാത്രമല്ലേ ക്വസ്റ്റിനിൽ തന്നേക്കണേ, വലിയ എസ് എ ക്വസ്റ്റിനിൽ. കത്തിയോ കൈശിക്ക് എല്ലാവരും? അങ്ങനെ വരാറുണ്ട്, ഈ അടുത്ത കാലങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. സോ അതുകൊണ്ട് നോട്ട് ചെയ്താ കേട്ടോ. അപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എഴുതി 1,60,000. നമുക്ക് വേറെ ഒന്നും എഴുതാനില്ല, നമുക്കത് ബാലൻസ് ചെയ്യാണ്. അപ്പൊ 1,60,000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് കിട്ടിയേക്കണേ. അത് ആർക്കൊക്കെ വീതിക്കേണ്ടത്? നമ്മുടെ പാർട്ട്ണർമാരൊക്കെയാ? ദിവ്യുണ്ട്, അതുപോലെ തന്നെ രേഷ്മയുണ്ട്. മൂന്നാമത്തെ ഒരാളാരാ? നമ്മുടെ ഷീബയുണ്ട് അല്ലേ, ഷീബ. അപ്പൊ ഇവർക്ക് നമ്മൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 2:1. അത് ദിവ്യയും രേഷ്മയും കൂടി ഉണ്ടായിരുന്നപ്പോഴാണ് 2:1 ആയത്. ഷീബയെ അഡ്മിറ്റ് ചെയ്തപ്പോൾ 1/4 ഭാഗം, അതായത് 4-ൽ 1 ഭാഗം ഷീബയ്ക്ക് കൊടുക്കണം. അപ്പൊ ടോട്ടൽ 4 ആവണ്ടേ? അപ്പൊ 2 1 കൂടി കൂട്ടിയാൽ പിന്നെ മൂന്നാമത്തെ ആളെ 1 ആയിരിക്കും. അതല്ലേ 1/4 എന്ന് വന്നത്. കത്തിയോ? ഇത് 3 പേർക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ ഷീബയുടെ നിങ്ങൾ ആദ്യം നോക്കുക. ഷീബയ്ക്ക് 1/4 ഭാഗമല്ലേ പ്രോഫിറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ 1,60,000 ഷീബ നോക്കിക്കോളൂ മക്കളെ. ഷീബ 1,60,000 ഇൻറ്റു 1/4 അല്ലേ ഷീബയ്ക്ക് കൊടുക്കേണ്ട. 1/4 കൊടുക്കുമ്പോൾ 40,000 എന്നാണ് കിട്ടുക അല്ലേ? ആണെങ്കിൽ അത് കഴിച്ച് കാണിച്ച് 40,000 അല്ലേ ഷീബയ്ക്ക് കിട്ടുക പ്രോഫിറ്റ്. യെസ്. പക്ഷെ ഇവിടെ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. നോക്കി, ഷാൽ നോട്ട് ബീൽ അറ്റ്ലീസ്റ്റ് 70,000. ഷീബയ്ക്ക് 70,000 രൂപയിൽ കുറയാതെ ലാഭം കൊടുക്കണ്ടേ? അപ്പൊ മിനിമം 70,000 കൊടുക്കണ്ടേ? ശരിക്കും റേഷ്യോ പ്രകാരം 40,000 അല്ലേ വരുന്നേ. അപ്പൊ എത്ര രൂപ കുറവുണ്ട്? 30,000 രൂപ കുറവുണ്ട് അല്ലേ? അപ്പോഴും 40, 30, 70 ആയിഷേ അല്ലേ? ആ 30,000 ആര് കൊടുക്കണം? നമ്മുടെ ദിവ്യയും രേഷ്മയും കൂടി 2:1 കൊടുക്കണം. കത്തിങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും മറന്നു പോകരുത്, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ശരിക്കും പറയുമ്പോൾ ദിവ്യക്ക് എത്ര പ്രോഫിറ്റ് വരിക? 1,60,000 ഇൻറ്റു 2/4 ചെയ്യുമ്പോൾ 80,000 വരും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ രേഷ്മയ്ക്ക് 1,60,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ നമുക്ക് 40,000 വരും. ഷീബയ്ക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട് 1,60,000 ഇൻറ്റു 1/4 ചെയ്തപ്പോൾ നമുക്ക് 40,000 ആണ് ഷീബയ്ക്ക് വന്നത്. പക്ഷെ നമ്മൾ ഷീബയ്ക്ക് മിനിമം എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? 70,000 കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ 30,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട് അല്ലേ? അങ്ങനെ ഷോർട്ടേജ് വന്ന് ആരാ കൊടുക്കണ്ടേ? ദിവ്യ, രേഷ്മ. ബാക്കി 2 പാർട്ണറാണ് കൊടുക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എടുത്തു പറയും, എന്തെങ്കിലും കുറവ് വന്നാൽ അത് ദിവ്യ കൊടുത്തോളും. എങ്ങനെ പറയുകയാണെങ്കിൽ ദിവ്യയുടേത് മാത്രം കുറച്ചാൽ മതി. കത്തിയോ? കൈവിശി കാണിച്ചേ. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറയണേ, ഇനി ഡെഫിഷ്യൻസി റൈസിങ് ഔട്ട് ഓഫ് ദി ഗ്യാരണ്ടീഡ് എമൗണ്ട് ആർ മെറ്റ് ബൈ ദിവ്യ. അങ്ങനെ പ്രത്യേകം ദിവ്യ മെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവ്യയുടെ കയ്യിൽ മാത്രം മൈനസ് ചെയ്യുക. പക്ഷെ ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് ദിവ്യ, രേഷ്മയും കൊടുക്കണം. അപ്പൊ ഈ 30,000 രൂപ എന്ത് ചെയ്യണം? നമ്മുടെ ദിവ്യയും രേഷ്മയും കൂടി കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ദിവ്യ എത്ര രേഷ്മയ്ക്ക് കൊടുക്കേണ്ടത്? 30,000 ഇൻറ്റു ദിവ്യ രേഷ്മയ്ക്ക് കൊടുക്കേണ്ടത് 30,000 ഇൻറ്റു 2:1 അല്ലേ? അപ്പൊ 2/3. അപ്പൊ 20,000 വരും കേട്ടോ. അതുപോലെ നമ്മുടെ ദിവ്യ ഷീബയ്ക്ക് കൊടുക്കേണ്ടത്, രേഷ്മ ഷീബയ്ക്ക് കൊടുക്കേണ്ടത് എത്രയാ? 30,000 ഇൻറ്റു 1/3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 10,000 വരും. ഓക്കെ അല്ലേ? അതായത് ദിവ്യ ഷീബയ്ക്ക് 20,000 കൊടുക്കും, രേഷ്മ ഷീബയ്ക്ക് 10,000 കൊടുക്കും കേട്ടോ. അപ്പൊ 2 ദിവ്യ ആർക്ക് കൊടുക്കുന്നു? 2 ഷീബ. എത്ര രൂപ? 20,000 രൂപ കൊടുത്താല് ഇനി ബാക്കി ദിവ്യയുടെ കയ്യിൽ എത്രയുള്ളൂ? 60,000 ഔട്ടർ കോളത്തിൽ എഴുതാം. അതുപോലെ രേഷ്മ 2 ഷീബയ്ക്ക് കൊടുക്കുന്ന എത്രയാ? 10,000 ആണ്. സോ രേഷ്മയുടെ കയ്യിൽ ഇനി ബാക്കി എത്ര? 30,000. ഷീബയ്ക്ക് ആണെങ്കിൽ ഫ്രം ആരുടെ കയ്യിൽ നിന്ന് കിട്ടി? ദിവ്യയുടെയും അതുപോലെ രേഷ്മയുടെയും കൂടിയ കയ്യിൽ നിന്ന് 30,000 ടോട്ടൽ കിട്ടി. അപ്പൊ ഷീബയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ മിനിമം എമൗണ്ട് 70,000 ആയി. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് വിഷയം കാണിച്ച എല്ലാവരും. ഡൗട്ട് ഉണ്ടെങ്കിൽ റീസ് ഹാൻഡ് ചെയ്തോളൂ, ചോദിച്ചോ, പറഞ്ഞുതരാം. ഇത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആണ് കേട്ടോ. ഗ്യാരണ്ടി ചെയ്യാം, ഇയാൾക്ക് മിനിമം ഇത്ര രൂപ കൊടുക്കാം എന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന കേസാണ് ഇത് കേട്ടോ. സാറാ വിളിച്ച് ചോദിച്ചോ, ആർക്കാനേട്ടാ? മലകൃഷ്ണൻ എന്താ ഡൗട്ട്? വേഗം ചോദിച്ചു. 30,000 എന്ന് പറഞ്ഞാൽ ഷീബയ്ക്ക് എത്ര കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മിനിമം? ചെയ്തപ്പോ എത്ര? റേഷ്യോ പ്രകാരം ചെയ്തപ്പോ 1,60,000 1/4 ചെയ്തപ്പോ എത്ര കിട്ടി? 70 കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എത്ര രൂപ കുറവുണ്ട്? 30,000. ആ 30,000 ആര് കൊടുക്കണം? ദിവ്യയും രേഷ്മയും 2:1 കൊടുക്കണം. കത്തിയാ? കുറവ് വന്നാൽ അങ്ങനെ കണ്ടുപിടിക്കണം. മക്കളെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ദിയ, ആതിര, മാച്ചോട്ടെ.
മരിയ മരിയ ഉണ്ടായിരുന്നല്ലോ ഇവിടെ സാറേ. ആ ക്ലിയർ ആണ്. ലക്സി ഉണ്ടോ? മരിയ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ബാക്കിയാണ് എല്ലാവരും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഗ്യാരണ്ടി പ്രോഫിറ്റ്. സാറേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിരഞ്ജൻ ഉണ്ടോ? Shyam and Sanal are equal partners with the capitals of rupees 50,000 and rupees 40,000 respectively. ശ്യാമും സനലും പാർട്ട്ണർമാരാണ്. അവിടെ ക്യാപിറ്റൽ വന്നിട്ട് 1540 ആണ്. ആസ് ഓൺ April 2023. Calculate the interest on capital admissible to Shyam and Sanal at 10% per annum for the year ending 31st March 2024 under the following situations. Situations ആണ് കേട്ടോ സാർ ഇത്. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യം if the firm earned a profit of rupees 20,000, ഫേമിന്റെ പ്രോഫിറ്റ് 20,000 രൂപയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ശ്യാമിനും സനലിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് rupees 5,000. ഇത് ഒരു തവണ എക്സാമിന് കഴിഞ്ഞ വർഷമാണ്, അതിന് മുമ്പത്തെ വർഷമാണ് 3 മാർക്കിന് ചോദിച്ചതാണ്. പക്ഷേ എയും ബിയും മാത്രമേ ഉണ്ടായില്ല. ഞാൻ സി കയ്യിൽ നിന്ന് ഇട്ടൊരു ക്വസ്റ്റ്യൻ ആണ് സി കേട്ടോ. അപ്പോൾ ഇങ്ങനെയും വരാം. അപ്പൊ അതും കൂടി ഞാൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ഇട്ടത്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ശ്യാമും സനലും പാർട്ണർമാരാണ് കേട്ടോ. അവർ ഈക്വൽ പാർട്ണർമാരാണ്. അപ്പൊ അവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ എത്രയാ? ശ്യാമിന്റെ 50,000 രൂപ, സനലിന്റെ 40,000 രൂപ അല്ലെ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാ മക്കളെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാ? 10% ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ. ശ്യാമിന്റെ എത്രയാ വരിക? ശ്യാമിന്റെ 50,000 അല്ലേ കൊണ്ടുവന്നേക്കണ ക്യാപിറ്റല്. 50,000 ഇൻറ്റു എത്ര പെർസെന്റേജ്? 10%. അപ്പൊ 10/100 ചെയ്യാ. അപ്പൊ നമുക്ക് 5,000 കിട്ടും. അപ്പൊ ശ്യാമിന് കൊടുക്കേണ്ട പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാ? 5,000. ക്ലിയർ ആണെങ്കിൽ കാണിച്ച്. ഐഷ ക്ലിയർ അല്ലേ? ഇനി സനല് കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാ ഐഷ? സനല് കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ എത്രയാ? സനല് കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ എത്രയാ? ശ്യാമിന്റെ 50,000 ആണ്. സോ 50,000 ഇൻറ്റു 10/100 ചെയ്തു. സനല് കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ എത്രയാ? വേഗം പറയും. വേഗം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എത്രയാ ക്യാപിറ്റൽ? 40,000 ഇൻറ്റു 10/100. ഇപ്പൊ എത്ര വന്നു? 4,000. അപ്പൊ ടോട്ടൽ 9,000 വരും. ശരിയല്ലേ? ടോട്ടൽ 2 പേർ കൂടി കൊടുക്കുമ്പോൾ 9,000 വരും. അപ്പൊ മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് 20,000 ഉണ്ടല്ലോ. സോ നമുക്ക് 2 പേർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തൂടെ? കൊടുക്കാലോ. കൈവശി കാണിച്ച എല്ലാവരും. യെസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റാ. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട സാധനമാണ് കേട്ടോ. ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഒക്കെ നമ്മൾ അപ്രോപ്രിയേഷൻ ഒക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതാറില്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഒക്കെ എഴുതാറില്ലേ അമൽദാസേ? ഇല്ലേ? സോ നമ്മുടെ കയ്യില് 9,000 രൂപയാണ് ശ്യാമിന് കൊടുക്കേണ്ടത് 5,000 രൂപ, സനലിന് കൊടുക്കേണ്ടത് 4,000. അപ്പൊ ടോട്ടൽ 9,000 രൂപയാണ് നമ്മൾ 2 പേർക്കും കൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. അല്ലേ? യെസ്. അത് കൊടുക്കാനുള്ള പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. 20,000 പ്രോഫിറ്റ് ഇല്ലേ മക്കളെ? യെസ്. അപ്പൊ നമുക്ക് എത്ര കൊടുക്കണം? ശ്യാമിന് നമുക്ക് 5,000 രൂപ കൊടുക്കുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല്. സനലിന് നമുക്ക് കിട്ടിയിട്ടുള്ള 4,000 രൂപ കൊടുക്കുക. കത്തിയോ? എ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും. യെസ്. ഇനി ബി ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റുമോ അമൽദാസ്? ലാസ്റ്റ് റോയിൽ സെക്കൻഡ് വൺ. ഇഫ് ദ ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് rupees 5,000, അപ്പൊ എന്ത് ചെയ്യണം അമൽദാസ്? പറഞ്ഞോ. എഴുതിരുന്നേലും വന്നല്ലേ? പറഞ്ഞോ. ഇഫ് ദ ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് rupees 5,000 പറഞ്ഞോ. കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ആൻസർ വരിക കേട്ടോ. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ടു പാർട്ട്നേഴ്സ്. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ അമൽദാസ്? ക്ലിയർ ആയോ? കാരണം നമ്മുടെ കയ്യിൽ സഫീഷ്യന്റ് ആയിട്ട് പ്രോഫിറ്റ് ഇല്ല. അമലെ എന്തോ ഒരു ഇതില്ലാത്ത പോലെ ഇരിക്കണം, ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത പോലെ. ഇത് മനസ്സിലായോ നിനക്ക്? എന്തുകൊണ്ടാ ബി കൊടുക്കാതിരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ലോസ് ആയത്. അപ്പൊ സി എന്തായിരിക്കും സംഭവം? സിക്ക് എത്രയാ പ്രോഫിറ്റ്? നമ്മുടെ കയ്യിൽ ആകെ 9,000 rupees വേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ. അപ്പൊ എന്ത് ചെയ്യും? മക്കളെ ശ്രദ്ധിച്ചോ. എയും ബിയുടെ ആൻസർ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിലും കൈവശം കാണിച്ച എല്ലാവരും. യെസ്. സി ക്വസ്റ്റ്യൻ എന്താ പറയണെന്നറിയോ? ഫേം 6,000 rupees പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് 9,000 ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ആർക്കെങ്കിലും പറയാമോ? പ്രോഫിറ്റ് സഫീഷ്യന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഇല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ റീസൺ ഇത് NCERT ബുക്കിലുള്ളതാണ് കേട്ടത്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാ. മരിയ റീസൺ ഇത്. മരിയ പറഞ്ഞോ എന്താ ചെയ്യണ്ടേ ഇപ്പോ? അല്ല,
അല്ലല്ല. മക്കളെ വേറെ ആർക്കെങ്കിലും അറിയാമോ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ. ആ മോനെ സഫാനെ, നീയോ പറയ്. എനിക്കറിയാം നീ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന വരല്ലോ. ശ്യാമിന് മാത്രം കൊടുത്താൽ പോരെന്ന്. ഓക്കെ ശരി. അല്ല, അതല്ല ഉത്തരം. ഇപ്പൊ ഓക്കെ സഫാരി, ഇതെല്ലാം വന്നല്ലോ, ഇതൊക്കെ പറയല് വന്നല്ലോ. വെരി ഗുഡ്. യെസ്. ആരാണ്? അമിത് കൂടി വേഗം പറയാനുണ്ട്. അമിത് വേഗം പറഞ്ഞു മോനെ. അപ്പൊ 6,000 റുപ്പീസ് ആണല്ലോ കയ്യിലുള്ളത്. അതെങ്ങനെ കൊടുക്കും? ഇപ്പൊ മരിയ പറഞ്ഞ ഈക്വൽ ആയിട്ട് കൊടുക്കാൻ അറിയില്ല. മക്കളെ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാ? ഷാമിന് 5,000, സനലിന് 4,000 അല്ലേ? അപ്പൊ അതിന് റേഷ്യോ ആക്കുക 5:4. കത്തിയോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് 5:4. എന്നിട്ട് നമ്മുടെ കയ്യിൽ ആകെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് 6,000 അല്ലേ? അപ്പൊ നമ്മൾ ഷാമിന് എത്ര കൊടുക്കുക? ഷാമിന് 6,000 ഇൻറ്റു 5/9 അതുപോലെ തന്നെ സനലിന് 6,000 ഇൻറ്റു 4/9. കത്തിയോ? കത്തിക്കുന്ന കഴിച്ച് കാണിച്ച് എല്ലാവരും ആ കൊടുക്കാനുള്ള എമൗണ്ടിന്റെ റേഷ്യോ ആക്കുക. കണ്ടോ? 5,000 4,000 കൊടുക്കാനുള്ളത്. അപ്പൊ 5:4 അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് രണ്ടുപേർക്കും. അപ്പൊ അവർക്ക് കിട്ടേണ്ട പ്രൊപ്പോർഷനിൽ അവർക്ക് പൈസ കിട്ടുമല്ലോ. അപ്പൊ അവർക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. കിട്ടിയോ സഫാനെ? നീ ഇടിണ്ടാക്കാൻ നോക്കിയാലും നടക്കൂല അവിടെ കേട്ടല്ലോ. ഓക്കെ മക്കളെല്ലാവർക്കും ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഐഷിക്ക് ഇത് വന്നിട്ടുണ്ട് എക്സാമിന് കേട്ടോ. അപ്പോൾ നോക്കുക കേട്ടോ. ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ഇതൊക്കെ. സോ അതാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയത്. മരിക്ക് ക്ലിയർ ആയില്ലേ ഇപ്പോൾ? ഓക്കെ. അപ്പോൾ മാക്കിയാണ് ഞാൻ. ക്ലിയർ ആണല്ലോ? വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് പോയി എഴുതാനുള്ള സമയം നമുക്ക് ഇല്ല കേട്ടോ. ആയിഷ ക്ലിയർ ആയില്ലേ? ഈ 3 കേസും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. അഡ്മിഷനും റിട്ടയർമെന്റും ഡെത്തും പഠിക്കണം കേട്ടോ. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റെന്നോ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചോദിക്കാം. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുക? ഒന്ന് ക്യാപിറ്റൽ വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ട്ണർ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സാക്രിഫൈസിംഗ് റേഷ്യോ. ഇത് റിട്ടയർമെന്റ് ആണെങ്കിൽ സാക്രിഫൈസിംഗിന് പകരം ഗെയിനിങ് റേഷ്യോ എന്ന് എഴുതണം കേട്ടോ. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്, റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ കേട്ടോ. അപ്പൊ എല്ലാവരും പഠിച്ചു വെക്കാം മക്കളെ. ഒരു പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു 5 പോയിന്റ്സ് പഠിച്ചു വെക്കുക. അത് അഡ്മിഷനിലും പഠിക്കണം, റിട്ടയർമെന്റിലും പഠിക്കണം, ഡെത്തിലും. റിട്ടയർമെന്റ് സെയിം തന്നെയാണ് ഡെത്ത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും തിയറി പഠിക്കുക. അടുത്ത ഈ ആ ചാപ്റ്റർ തന്നെയുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ് റൈറ്റ്സ് ഓഫ് ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ. പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണറിനുള്ള 2 റൈറ്റുകൾ ഏതൊക്കെയാ? ഓൺലി 2 റൈറ്റ്സ് ഉള്ളവർക്ക്. ഏതൊക്കെയാ 2 റൈറ്റ്സുകൾ? ഏതൊക്കെയാ? റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം, റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ ഫേം. ക്ലിയർ ആയോ? ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റിനുള്ള അധികാരം പുതിയ പാർട്ട്ണറിന് കൊടുക്കണം. അതുപോലെ തന്നെ ബിസിനസ്സിലെ അസറ്റിനുള്ള അധികാരവും പുതിയ പാർട്ട്ണറിന് കൊടുക്കണം. ക്ലിയർ ആയ ആയിഷേ? എല്ലാവരും ക്ലിയർ ആയി? ശ്രീദേവി, ഫാത്തിമത്തെ ഓക്കെ അല്ലേ? സിദ്ധാർത്ഥ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ്വിൽ ഈ അടുത്ത കാലങ്ങളിൽ ചോദിക്കാത്ത ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യാം. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഗുഡ്വിൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്രസന്റ് വാല്യൂ ഓഫ് എ ഫേം. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും ഡാഷ് ഈസ് എ പ്രസന്റ് വാല്യൂ ഓഫ് എ ഫേം. ഓപ്ഷനിൽ ഗുഡ്വിൽ ഉണ്ടാവും. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ പ്രസന്റ് വാല്യൂവിനെ ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിംഗ്സ് അല്ലെ, എക്സസ് ആയിട്ട് കിട്ടിയ ആ ഏർണിംഗ്സ് മൂലമുണ്ടാകുന്ന പ്രസന്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഗുഡ്വില്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുഡ്വിൽ ഈസ് ഇൻ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നൊക്കെ എഴുതാട്ടോ. ഗുഡ്വിലിനെ കുറിച്ച് എന്തെങ്കിലും ബ്രീഫായിട്ട് എഴുതിയിട്ട് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ പഠിച്ചു വെക്കുക. ഗുഡ്വിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാ? ലൊക്കേഷൻ, സാർ കാണിച്ചു. ലൊക്കേഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, ടൈം ഫാക്ടർ, മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻസ്. ചിലപ്പോൾ മേ ബി 4 മാർക്കിനോ ഒക്കെ വരാം തിയറി കേട്ടോ. ഗുഡ്വിൽ എന്താണെന്നും അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറും ചോദിക്കാം. ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗുഡ്വിൽ വാല്യൂ ചെയ്യാനുള്ള മെത്തേഡുകളും പഠിക്കുക. ഏതൊക്കെയാ? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അണ്ടർ ക്യാപിറ്റലൈസേഷൻ there are 2 ടെക്നിക്സ് ഉണ്ട്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ്. മക്കളെ ക്യാപിറ്റലൈസേഷനിലാണ് 100/റേറ്റ് വരിക കേട്ടോ. അത് മറന്നു പോകരുത്. എല്ലാം സാധാരണ നമ്മൾ റേറ്റ് ബൈ 100 അല്ലേ ചെയ്യാറ്. പക്ഷെ ക്യാപിറ്റലൈസേഷനിൽ അറിയാലോ, അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എങ്ങനെ കാണാം? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/റേറ്റ്. മാറിപ്പോകരുത്. ഓക്കെ, സന ചോദിച്ച മോനെ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം ഇനി. സാറെ കാണിച്ചു. സന ചോദിച്ചോട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫാക്ടർ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി, ഇഷ്ടമുള്ള ഇതിൽ എഴുതിയാൽ കേട്ടോ.
ഹരിത സമിത ആർ പാർട്ട്നേഴ്സ് ആണ്. അവിടെ റേഷ്യോ 5:3 ആണ്. ലൈബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക് 12,000, ബിൽസ് റിസീവബിൾ 2,500, ഡെറ്റേഴ്സിന്റെ 18,000 ലെസ് പ്രൊവിഷൻ ചെയ്യുക. സ്റ്റോക്ക്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് സാർ, അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചോളൂ. അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്, അതാണ് 6 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. ദി അഡ്മിറ്റ് സമീറ ഇൻ ടു പാർട്ണർഷിപ്പ് അല്ലെ. സമീറ എന്ന് പറയുന്ന പാർട്ണർ അഡ്മിറ്റ് ചെയ്യാണ്. സമീറ ഹാസ് ടു ബ്രിങ് 25,000 ആസ് ക്യാപിറ്റൽ. സമീറ 25,000 റുപ്പീസ് ക്യാപിറ്റൽ ആയിട്ടും 9,000 റുപ്പീസ് ഗുഡ് വിൽ ആയിട്ടും കൊണ്ടുവന്നു. ദ വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീസിയേറ്റഡ് ആൻഡ് ബ്രോട്ട് അപ് ടു റുപ്പീസ് 45,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ വാല്യൂ 45,000 റുപ്പീസ് ആയി ഇൻക്രീസ് ചെയ്തു. ഫർണിച്ചർ ടു ബി റെഡ്യൂസ്ഡ് ബൈ 10%. ഫർണിച്ചറിന്റെ വാല്യൂ 10% കുറഞ്ഞു. സ്റ്റോക്ക് റീവാല്യൂഡ് അറ്റ് മീൻസ് എന്താ നൗ 16,000 ആണ്. ചേഞ്ച് എടുക്കണം. അപ്പൊ 2 എന്ന് പറഞ്ഞാലും അറ്റ് എന്ന് പറഞ്ഞാലും ചേഞ്ച് എടുക്കണം. ബൈ എന്ന് പറഞ്ഞാലും ആ എമൗണ്ട് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ശ്രദ്ധിക്കുക എപ്പോഴും. ബൈ എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് കൂടിയതാണ്. സോ ബൈ എന്ന് പറഞ്ഞ എടുത്ത് എഴുതുക കേട്ടോ. അമൽദാസേ, creditors of ₹2,000 is not likely to be claimed എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് 2,000 റുപ്പീസ് കൊടുക്കേണ്ടതില്ല. ദാറ്റ് മീൻസ് ഡിക്രീസ് ആയിരുന്നു കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക, ബാലൻസ് ഷീറ്റ് വേഗത്തിൽ നിന്ന് കാണിച്ചു തരാം. സാർ ഒന്ന് പ്ലെയിൻ ആക്കി തരൂ മക്കളെ. റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ വേറൊരു പേര് അറിയാലോ എല്ലാവർക്കും. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ മറ്റൊരു പേര് എന്താ? ആരെ വിളിക്കാം? അനദർ നെയിം ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട് യാതെ അറിയോടാ? അറിയാമോ? അറിഞ്ഞൂടാ. ശിവതന്ത്രൻ പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു, അൺറെക്കോർഡ് അസറ്റ്, അൺറെക്കോർഡ് ലൈബിലിറ്റി. ഓക്കെ അല്ലേ? മറന്നു പോരുത്. നമ്മുടെ ഫോർമാറ്റ് തെറ്റാതിരിക്കാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ശിവന്ദ്രനിക്ക് അറിയോ? സൗണ്ട് ഇല്ലല്ലേ? ഓക്കെ. അഫ്രീൻ എന്ന് പറയൂ. അല്ല അഫ്ന പറയൂ. അഫ്ന വേഗം പറയാം. അഫ്ന ഐസാൻ ഉണ്ടായിരുന്നു. യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് മക്കളെ. അപ്രോപ്രിയേഷന്റെ വേറൊരു പേരല്ല കേട്ടോ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ അനദർ നെയിമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ അനദർ നെയിം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, വാട്ട് ഈസ് റീവാലുവേഷൻ അക്കൗണ്ട്, വാട്ട് ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റൽ എക്സ്പെൻസും ക്രെഡിറ്റ് ലിങ്ക് ആണ്. ഓക്കെ ആണോ? കത്തിയില്ലേ? യെസ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ഓഫ് എ പാർട്ണർ. കിട്ടിയില്ലേ? റിയലൈസേഷൻ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. കത്തിയില്ലേ? യെസ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്. അപ്പൊ ഇത് തെറ്റാതിരിക്കാൻ അസറ്റ് കൂടുമ്പോൾ ഇവിടെ വരും, അസറ്റ് കുറയുമ്പോൾ ഇവിടെ വരും. ലൈബിലിറ്റി കൂടുമ്പോൾ ഇവിടെ, ലൈബിലിറ്റി കുറയുമ്പോൾ ഇവിടെ. അൺറെക്കോർഡ് അസറ്റ്, അൺറെക്കോർഡ് ലൈബിലിറ്റി. ഇത് എഴുതി വെച്ച പിന്നെ ഒരിക്കലും തെറ്റത്തില്ല. ഓക്കെ. അപ്പൊ പെൻസിൽ വെച്ച് നിങ്ങൾ ഇതൊന്ന് ആദ്യം എഴുതി വെക്കുക. നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലോട്ട് പോകാം. സാർ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കാമോ? മക്കളെ, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് മിക്കവാറും പുതിയ പാർട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലും ഗുഡ്വിൽ ആയിരിക്കും. അതൊരിക്കലും നമ്മുടെ ഇതിനെ എഫക്ട് ചെയ്യില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീസിയേറ്റഡ് ആൻഡ് ബ്രോട്ട് അപ് ടു ₹45,000. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ സാർ ഒന്ന് കാണിക്കൂ. ബാലൻസ് ഷീറ്റ് തൊട്ട് മുമ്പത്തെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നേക്കണേ 40,000 ആണ്. നൗ 45,000 ആയി. അപ്പൊ എന്ത് സംഭവിച്ചു? 5,000 റുപ്പീസ് കൂടിയില്ലേ? അപ്പൊ അസറ്റ് കൂടുമ്പോൾ എവിടെ ചെയ്താ? ക്രെഡിറ്റ് സൈഡില് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര രൂപ? 5,000. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും? യെസ്. കാണിച്ചു പ്രതി. അടുത്ത അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്താ? ഫർണിച്ചർ ടു ബി റെഡ്യൂസ്ഡ് ബൈ 10% അല്ലേ? ഫർണിച്ചർ എത്ര കാണിച്ചാൽ ബാലൻസ് ഷീറ്റില്? ഫർണിച്ചറിന്റെ വാല്യൂ 10% റെഡ്യൂസ് ആയി, കുറഞ്ഞു. അപ്പൊ ഫർണിച്ചർ എത്ര ക്വസ്റ്റനില്? 22,000 അല്ലേ? അപ്പൊ കുറയുമ്പോ എവിടെ കാണിക്കുക? അസറ്റ് കുറയുമ്പോ ഡെബിറ്റ് സൈഡിലല്ലേ അസറ്റ് കുറയുമ്പോ വരിക? 10%. അപ്പൊ ഫർണിച്ചറിന്റെ 22,000 ആണ്. 10% 2,200 വരും. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും അസറ്റ് ആയതാണ്. ഇനി അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചാൽ അടുത്ത സ്റ്റോക്ക് റിവാല്യൂഡ് അറ്റ് ₹16,000. സ്റ്റോക്കിന്റെ വില ഇപ്പോ അറ്റ് മീൻസ് ഇപ്പോ 16,000 ആണ്. അപ്പൊ മുമ്പ് എത്രയാ? ബാലൻസ് ഷീറ്റിൽ എത്രയാ നോക്കി? യെസ്, 16,000 രൂപ ഉണ്ടായിരുന്നു സ്റ്റോക്ക്. 17,000 രൂപ ഉണ്ടായ സ്റ്റോക്ക് ഇപ്പൊ 16,000 ആയി. അപ്പൊ 1,000 രൂപ കുറഞ്ഞു. സ്റ്റോക്ക് അസറ്റ് ആണ്. കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ചെയ്ത 1,000 രൂപ. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും സെറ്റ്. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ക്രെഡിറ്റേഴ്സ് ഓഫ് ₹2,000 ഈസ് നോട്ട് ലൈക്ലി ടു ബി ക്ലെയിംഡ് അല്ലേ? ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലൈബിലിറ്റി ആണ്. അത് മാറിപ്പോരുത് കേട്ടോ ആയിഷേ. അപ്പൊ ക്രെഡിറ്റർ ലൈബിലിറ്റി ആണ്. സോ ലൈബിലിറ്റിക്ക് 2,000 രൂപ കൊടുക്കേണ്ടതില്ല. അതായത് 2,000 കുറഞ്ഞില്ല. അപ്പൊ ലൈബിലിറ്റി കുറയുമ്പോൾ ഇവിടെ ചെയ്താൽ, ലൈബിലിറ്റി കുറയുമ്പോൾ ഇവിടെ അല്ലേ ചെയ്താൽ ലൈബിലിറ്റി കുറയുമ്പോൾ. സോ ക്രെഡിറ്റേഴ്സ് 2,000 സെറ്റ് അല്ലേ മക്കളെ? ഇത് ബാലൻസ് ചെയ്യാം.
ബാലൻസ് നമുക്ക് റേഷ്യോ ഉണ്ടായിരുന്നു സാർ, ഇത് ബാലൻസ് ഷീറ്റ് കാണിക്കൂ. റേഷ്യോ നമുക്ക് 5:3 ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 5:3 പാർട്ണർമാർ ഹരിതയും സമീതയാണ് കേട്ടോ. സമീത. യെസ്. നമുക്ക് ഡിവൈഡ് റേഷ്യോ 5, 2, 7. ഇവിടെ 7,000 രൂപ വരും. നമുക്ക് 7,000 റുപ്പീസ് വന്നിട്ടുണ്ട്. അപ്പൊ 7,000 റുപ്പീസ് നമുക്ക് 3,200 രൂപ കുറയ്ക്കാം. ഡെബിറ്റ് സൈഡിൽ 2,200 1000 അല്ലേ വന്നേക്കണേ. സോ നമുക്ക് 7,000 3,200 രൂപ കുറച്ചാൽ നമുക്ക് എത്ര വരും? 3,800 ആണ് പ്രോഫിറ്റ് കിട്ടുക. 3,800 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് നമ്മൾ ആർക്കൊക്കെ വീതിക്കണം? ഹരിതയ്ക്കും സമീതയ്ക്കും വീതിക്കുക. റേഷ്യോ 5:3 ആണ്. സോ 3,800 ഇൻറ്റു 5/8 വരും. 5/8 ചെയ്യുമ്പോൾ നമുക്ക് 2,375 2,375ഉം അതേപോലെ തന്നെ മൈനസ് 3,800 ചെയ്യുമ്പോൾ നമുക്ക് 1,425 1425. മക്കളെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി കാണിച്ച എല്ലാവരും. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഹരിത 40,000, സമിത 30,000 ആണേ. സാറേ ഒന്ന് പ്ലെയിൻ ആക്കിക്കോ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ള് നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നത് കേട്ടോ. യെസ്. അപ്പൊ പുതിയ പാർട്ണറുടെ പേര് എന്തായിരുന്നു? പുതിയ പാർട്ണർ ഇവിടെ ഇടോ സാറേ. പുതിയ പാർട്ണറുടെ പേര് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ണർ ഹരിതയായിരുന്നു. സെക്കൻഡ് പാർട്ണർ നമ്മുടെ സമിതയാണ്. സമിത. തേർഡ് പാർട്ണർ ആരൊക്കെ സാറേ? അഡ്ജസ്റ്റ്മെന്റ് ഒന്നുകൂടെ കാണിക്കൂ. 3 കോളം വരയ്ക്കണം. 3 പാർട്ണർമാരുടെ 3 കോളം വരയ്ക്കുക. അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഇട്ടോ. അഡ്ജസ്റ്റ്മെന്റ് ഇടോ. സമീറ ആണ് മൂന്നാമത്തെ പാർട്ണർ കേട്ടോ മക്കളെ. ഹരിത, സമിത, സമീറ. ഓക്കെ. ക്രെഡിറ്റ് സൈഡ്, ഇത് ഡെബിറ്റ് സൈഡ് ആണ്. പർട്ടിക്കുലേഴ്സ് കേട്ടോ. യെസ്. ഇവിടെ പർട്ടിക്കുലർ. മക്കൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എഴുതണം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 3 പേരുടെ ബാലൻസ് ഷീറ്റ് എഴുതിക്കോ. 3 പേരുടെ ക്യാപിറ്റൽ എഴുതണം. എത്ര ക്യാപിറ്റൽ? ഹരിത 40,000, സമിത 30,000. അപ്പൊ ഹരിതയുടെയും സമിതയുടെയും ആദ്യം എഴുതാം കേട്ടോ. 30,000. സമീറയുടെ നമ്മൾ അടിയിൽ ക്യാഷ് എന്നോ അല്ലെങ്കിൽ ബാങ്ക് എന്നോ പറഞ്ഞ് എഴുതാം. സമീറയുടെ എത്രയാ? സമീറയുടെ നമുക്ക് നോക്കാം. സാർ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കൂ. സമീറ ബ്രിങ് നോക്കി. ബ്രിങ് 25,000. സോ സമീറയുടെ കോളത്തിൽ 25,000 കാണിക്കുക. ഇനി സമീറ ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗുഡ് വില്ല് വീതിച്ചു കൊടുക്കുക. 9,000 അല്ലേ? സോ നമ്മൾ പ്രീമിയം ഫോർ ഗുഡ് വില്ലെന്നോ അല്ലെങ്കിൽ ഗുഡ് വില്ലിന് എഴുതിയാലും മതി. ഈ ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്യണം? 9,000 രൂപ എന്ത് ചെയ്യണം? 5:3 വീതിച്ചു കൊടുക്കണം അല്ലേ? ആർക്കാ? ഹരിതയ്ക്കും സമീറയ്ക്കും. അപ്പോൾ 9,000 9,000 ഇൻറ്റു 5/8 ചെയ്യുമ്പോൾ നമുക്ക് 5,625 കിട്ടും. മൈനസ് 9,000 ചെയ്യുക. അപ്പൊ നമുക്ക് 3,375. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ചേ. യെസ്. ഇനി റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് ഒന്ന് കാണിക്കും സാറേ. ബാലൻസ് ഷീറ്റിൽ ഇവിടെ റിസർവ്, ജനറൽ റിസർവ് ഉണ്ട്. അതുപോലെ തന്നെ വരുന്ന ഒരു സാധനമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ സൈഡിലും വരാം, ഈ സൈഡിലും വരാം. ഈ സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നാൽ നേരെ ഇപ്പുറത്തെ സൈഡിൽ വിരിച്ചു കൊടുക്കുക. ഇവിടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്കിൽ ഇവിടെ വിരിച്ചു കൊടുക്കുക. അപ്പൊ അതൊന്നും ഇല്ല. റിസർവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ജനറൽ റിസർവ് വിരിച്ചു കൊടുക്കാം. ജനറൽ റിസർവ് എത്രയാ? 8,000 രൂപയാണ് ജനറൽ സർവീസ്. സിമ്പിളായി 5,000 3,000 അല്ലെ? 5:3 അല്ലേ? അപ്പൊ 5,000 3,000 വരും. മക്കളെ ഒരു കാര്യം മറന്നു പോകരുത്. എന്താണ് മറന്നു പോകുന്നത്? നമുക്ക് ഇവിടെ കിട്ടിയ പ്രോഫിറ്റ് ഇല്ലേ, അതെടുത്ത് എഴുതാൻ മറക്കരുത്. റീവാലുവേഷന്റെ പ്രോഫിറ്റ് ആണ്. അപ്പൊ റീവാലുവേഷൻ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയത് എത്രയാ? 2,375 അതുപോലെ 1,425. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡിൽ വല്ല ഗുഡ് വിൽ ഉണ്ടോ നോക്കണം. അസെറ്റ് സൈഡിൽ ഇവിടെ ചിലപ്പോൾ ഗുഡ് വിൽ ഉണ്ടാവും. ഇവിടെ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് ഓൾറെഡി അപ്പിയറിംഗ് ഗുഡ് വിൽ ആണ്. അപ്പിയറിംഗ് അപ്പിയറിംഗ് എന്ത് ചെയ്യണം? ആ ഗുഡ് വിൽ ഇവിടെ എടുത്ത് എഴുതിയിട്ട് എല്ലാ പാർട്ണർ ഓൾഡ് പാർട്ണർ വിധിക്കണം. അഡ്മിഷൻ ആണെങ്കിൽ ഓൾഡ് പാർട്ണർ, റിട്ടയർമെന്റ് ഡെത്ത് ആണെങ്കിൽ ഓൾ പാർട്ണർ. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇവിടെ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ കേട്ടോ. ഇവിടെ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ സോ നമുക്കിത് ബാലൻസ് ചെയ്യാം. വേറെ ഒന്നും നമുക്ക് എഴുതാനില്ല. ഗുഡ് വിൽ വിഡ്രോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. 40,000 പ്ലസ് 5,625 പ്ലസ് 5,000 പ്ലസ് 2,375 ചെയ്യുമ്പോൾ നമുക്ക് 53,000 53,000 ആണ് ഹരിതയുടെ കിട്ടുക. 53,000 ബാലൻസ് ക്യാരി ഡൗൺ 53,000. യെസ്. ഇനി സമീറയുടെ 30,000 പ്ലസ് 3,375 പ്ലസ് 3,000 പ്ലസ് 1,425 ചെയ്യുമ്പോൾ നമുക്ക് 37,800 കിട്ടും. 37,800 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 37,800 37,800. അവസാനത്തെ പാർട്ണർ 25,000 ആണ്. ഒരൊറ്റ ഐറ്റയില്ലല്ലോ. സോ നമ്മൾ അത് എഴുതി 25,000. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്.
ചിലപ്പോൾ എൻട്രി മാത്രമായിട്ട് ചോദിക്കുക. അഫിന ഡൗട്ടാണ്, അഫിന ചോദിച്ചു മോനെ, ഞാൻ ചോദിച്ചു. അത് വിഡ്രോ ചെയ്യുമ്പോൾ ഗുഡ് വിൽ വിഡ്രോ ചെയ്യും, അപ്പോഴാണ് ഡെബിറ്റ് സൈഡിൽ ചെയ്താൽ കേട്ടോ, ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഹാഫ് ചിലപ്പോൾ ഹാഫ് ഓഫ് ദ ഗുഡ് വിൽ വിഡ്രോ ചെയ്താൽ ഇതിന്റെ പകുതി എടുത്ത് ഇവിടെ എഴുതാം കേട്ടോ. ഓക്കെ, ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. നിരഞ്ജൻ കയറിയുണ്ടോ സാറേ? ഗൂഗിൾ ഉണ്ടല്ലേ, 2 ഗൂഗിളുണ്ട്. ഗൂഗിള് പോയി, ഗൂഗിൾ തിരിച്ചു പോയാൽ എടാ ഒന്നും അറിയില്ലൊക്കെ വരച്ചെങ്കിലും വെക്കാനായിട്ട് വെറുതെ. ഓക്കെ, തിങ്കളാഴ്ച ഞാൻ വരും കേട്ടോ. നോക്കുക, ലയബിലിറ്റീസിലെ ക്രെഡിറ്റേഴ്സ് എഴുതുക മക്കളെ. ഓരോ ഐറ്റംസ് ആയിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഓരോ ഐറ്റംസ് എഴുതുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എഴുതുമ്പോൾ ക്രെഡിറ്റേഴ്സ് എഴുതിയിട്ടില്ലേ 2000 രൂപ, സോ ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ 2000 രൂപ കുറയണം അല്ലേ, ലൈബിലിറ്റി അല്ലേ, ലൈബിലിറ്റി കുറയുമ്പോഴല്ലേ നമ്മളിവിടെ എഴുതാം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 32,000 ആണ്, അപ്പോൾ 2000 കുറയ്ക്കുമ്പോൾ 30,000. സെറ്റ് അല്ലേ? യെസ്. റിസർവ് തിരിച്ചു കൊടുത്തു, സോ റിസർവിന് എഴുതരുത്. ഇനി ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പുതിയ ക്യാപിറ്റൽ ആരുടെയാ? ഹരിതയുടെ 53,000 ഇവിടെ കിട്ടിയത് കേട്ടോ. സമീതയുടെ വരും 37,800. സമീറയുടെ 25,000. മൺഡേ ഈവനിങ് വരും കേട്ടോ ഗോകുൽ ഗിരീഷേ. നീ നല്ല ഉറക്കം വരും, ഞാൻ വരും. ഞാൻ എന്ത് ചെയ്യപ്പോ, ബുദ്ധിമുട്ടാവില്ലേ? അസറ്റ് സൈഡില് ക്യാഷ് അറ്റ് ബാങ്ക് മക്കളെ, ക്യാഷ് അറ്റ് ബാങ്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പുതിയ പാർട്ണർ കൊണ്ടുവന്ന് ക്യാപിറ്റലും ഗുഡ് വില്ലും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. എവിടെ പോകാനാണ്, അവിടെ ഉണ്ടാവുന്നില്ലേ? 12,000 രൂപയിലെ ക്യാഷ് അറ്റ് ബാങ്ക്. സോ ക്യാഷ് അറ്റ് ബാങ്ക് 12,000ത്തിന്റെ കൂടെ പുതിയ ആള് കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാ? 25,000. പുതിയ ആള് കൊണ്ടുവന്ന ഗുഡ് വിൽ എത്രയാ? 9,000. അത് കൂട്ടാൻ മറന്ന് പോവരുത്. ഓക്കെ അല്ലേ? വിഡ്രോവൽ നീ കുറയ്ക്കുക ചെയ്യണ്ട കേട്ടോ, അത് കുറയ്ക്കണം. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ആ വിഡ്രോ ചെയ്ത എമൗണ്ട് കുറയ്ക്കണം. 12,000 പ്ലസ് 25,000 പ്ലസ് 9,000 കൂട്ടുമ്പോൾ നമുക്ക് 46,000 കിട്ടും. 46,000. അടുത്ത് നമ്മുടെ ബിൽസ് റിസീവബിൾ ആണ്. മാറ്റമൊന്നും ഇല്ലാത്തത് ആ സെയിം എമൗണ്ട് തന്നെ എഴുതാം, 2,500. ഡെറ്റേഴ്സിന് മാറ്റമൊന്നും ഇല്ലല്ലോ, സോ ഡെറ്റേഴ്സ് എടുത്ത് എഴുതി. ഡെറ്റേഴ്സ് 18,000 ആണ്, അതിൽ പ്രൊവിഷൻ ഉണ്ട്, സോ പ്രൊവിഷൻ കുറച്ച് എഴുതാം. പ്രൊവിഷൻ 1,500 കുറച്ച് എഴുതുമ്പോൾ 16,500. മാറ്റമൊന്നുമില്ല. സ്റ്റോക്ക് ടിക്കറ്റ് കൊടുക്കുക അല്ലെ. സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, സ്റ്റോക്കിന്റെ വില കുറഞ്ഞിട്ടുണ്ടല്ലേ. 17,000 ആയിരുന്നു, 1,000 കുറഞ്ഞു, അപ്പൊ 16,000 ആയി. അപ്പൊ സ്റ്റോക്ക് 16,000, 16,000. അടുത്തത് നമ്മുടെ എന്താ? ഫർണിച്ചർ ആണ്. ഫർണിച്ചറിന് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, 2,200 കുറഞ്ഞിട്ടില്ലേ. അപ്പൊ 22,000 2,200 കുറച്ചാൽ 19,800 ആണോ? ഫർണിച്ചർ 19,800. 19,800 കറക്റ്റ് ആണെങ്കിൽ പറയണം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കണേ നിങ്ങൾ. അടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്തോ സംഭവിച്ചിട്ട് 5,000 കൂടിയിട്ടുണ്ട്. അപ്പൊ 40,000 എന്നുള്ളത് 45,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 45,000. ടോട്ടൽ ഇതൊക്കെ ടാലി ആവണം നോക്കി, രണ്ട് സൈഡും ടാലി ആവണം. നമുക്ക് നോക്കാം. 30,000 പ്ലസ് 53,000 പ്ലസ് 37,800 പ്ലസ് 25,000. അപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡ് ലൈബിലിറ്റി സൈഡിൽ 1,45,800 കിട്ടിയിട്ടുണ്ട്. 1,45,800 നമുക്ക് ലൈബിലിറ്റി സൈഡിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അസറ്റ് സൈഡ് ഒന്ന് കൂട്ടി നോക്കാം. 46,000 പ്ലസ് 2,500 പ്ലസ് 16,500 പ്ലസ് 16,000 പ്ലസ് 19,800. എന്താ? 19,800 പ്ലസ് 45,000. അവിടെ നമുക്ക് 1,45,000 നമ്മുടെ ടാലി ആയിട്ടുണ്ട് മക്കളെ. സിമ്പിൾ, 6 മാർക്ക് സുഖമായിട്ട് വാങ്ങാം. ഓക്കെ ആണോ മക്കളെ? എല്ലാവർക്കും സെറ്റ് അല്ലേ? റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് സെറ്റ് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്, ഡൗട്ട് ഉണ്ടോ? നീരജ് ചോദിച്ചു മോനെ, ഞാൻ ചോദിച്ചു. എന്ത് സംഭവിച്ചില്ലേ ടിക്കറിന്റെ മോനെ? ക്രെഡിറ്റേഴ്സിന് എന്താ സംഭവിച്ചാണ്? 2,000 രൂപ കുറഞ്ഞിട്ടില്ലടാ. ടിക്കറ്റ് പോവാട്ടോ, അപ്ഡേഷൻ വന്നിട്ടുള്ള ചേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. അടുത്ത ആളെ സാർ താഴെ ഷമ്മാസെ ചോദിച്ച മോനെ, ഡൗട്ടാണോ? പുതിയ പാർട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലും ഗുഡ് വില്ലും ക്യാഷ് അറ്റ് ബാങ്കിന്റെ കൂടെ കൂട്ടണം അഡ്മിഷൻ സമയത്ത് കേട്ടോ. കേട്ടില്ല? അല്ല, ലൈബിലിറ്റിയിലല്ല, അസറ്റിലല്ലേ കൂട്ടട്ടെ ക്യാഷ് അറ്റ് ബാങ്കിന്റെ കൂടെ. എവിടെ? അത് ഇത് ബാലൻസ് ചെയ്ത് കിട്ടിയത്, ഇവിടുത്തെ ബാലൻസിങ് എമൗണ്ട്. ഇതാണ് അവരുടെ 3 പേരുടെ ക്യാപിറ്റൽ. വേണം 2 സൈഡിൽ എഴുതും കേട്ടോ. ഓക്കെ, അടുത്ത ആള് ബാഹുൽ ദേവ് ചോദിച്ചു മോനെ, വേഗം ചോദിച്ചു.
ഏതാടാ? 12,000 രൂപ ക്വസ്റ്റ്യനിലുള്ള ക്യാഷ് അറ്റ് ബാങ്ക് 12,000 പ്ലസ് പുതിയ പാർട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ 25,000, പുതിയ പാർട്ണർ കൊണ്ടുവന്ന ഗുഡ് വിൽ 9,000. പുതിയ പാർട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലും ഗുഡ് വില്ലും കൂട്ടണം. കത്തിയാ? ഓക്കെ, അടുത്താള് ഷാമില വേഗം ചോദിച്ചു, മോനെ വേഗം ചോദിച്ചു. എക്സസിനും ഗുഡ് വില്ലും നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് തരാം. ഗുഡ് വിൽ അപ്പിയറിംഗ് അതുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞ് വീതിച്ചു കൊടുക്കണം ഓൾഡ് പാർട്ണർ. പിന്നെ പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതരുത് കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്ത ആള് ഇസാൻ ചോദിച്ച മോനെ വേഗം ചോദിച്ചു. ഇസാനെ കൊണ്ട് എത്ര കാലമായി? 9,000. യെസ്. അല്ലല്ലോ, ഇതിന്റെ കൂടെ കൂട്ടണം, 3 കൂടി കൂട്ടി എഴുതണം. ഓക്കെ. ഇസാനെ ഇവിടെ കുറെ നാളുകളെ കണ്ടിട്ട് ബാക്കിയാണ്. ഓക്കെ ഓക്കെ. ബാക്കിയാണ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? രാത്രിയാ വരെ ഗോകുൽ ഗിരീഷേ, രാത്രി അവിടെ എരുമയിലേക്ക് എത്തുമ്പോ ടെൻഷൻ അടിക്കണ്ട. നീ അതാലോചിക്കണ്ട, അക്കൗണ്ടൻസ് പഠിക്ക്, ഞാൻ വന്ന് പൊക്കോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷം എന്തോ ചോദിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരു ചേഞ്ച് ആക്കി ചോദിച്ചതാണ്. അപ്പൊ അത് കണ്ടിട്ട് കുട്ടികൾക്ക് കൺഫ്യൂഷനൊക്കെ ആയി. സോ അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാണുമ്പോൾ നിങ്ങൾ ഇനി തലകറങ്ങി വീഴാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. സാർ എന്ന ക്വസ്റ്റ്യൻ കാണിക്കാമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. A and B are partners sharing profits and losses in the ratio 2:1. They decided to admit C as new partner with 1/4 share. C agrees to bring 40,000 as capital കേട്ടോ. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അതിലേക്ക് സീനെ അഡ്മിറ്റ് ചെയ്തു. സി വെറുതെ കൈവീശി വന്നില്ല, 40,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ബാലൻസ് ഷീറ്റാ മക്കളെ. ബാലൻസ് ഷീറ്റ് ഇങ്ങനെ തന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആകെ ടെൻഷൻ ആവണ്ട. ക്യാഷ് അസറ്റ് ആണെന്ന് അറിയാലോ 20,000, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണെന്നറിയാലോ 15,000, ഡെറ്റേഴ്സ് അറിയാലോ അസറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസാ. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ലോസാ അല്ലേ? ലോസ് വരുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ എവിടെ തന്നേക്കണേ? ലോസ് വരുമ്പോൾ എവിടെ തന്നേക്കണേ? അസറ്റ് ആണ് കേട്ടോ. അത് മാറിപ്പോയി. ഇത് അസറ്റിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പിന്നെ ക്യാപിറ്റൽ ഉണ്ട്, എയുടെയും ബിയുടെയും ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അപ്പൊ ബാലൻസ് ഷീറ്റ് അല്ലാതെ ഇങ്ങനെ തന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ ആയിഷേ? ഇങ്ങനെ തരാം. പക്ഷെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ശ്രദ്ധിക്കണം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലയബിലിറ്റി സൈഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല, പിന്നെ എവിടത്തെയാ? അസറ്റിലെയാ. കാരണം എങ്ങനെ മനസ്സിലായി? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്ന അർത്ഥം ലോസ് എന്നർത്ഥം. ലോസ് അസറ്റിലല്ലേ തരാറ്? ആണോ കൈവിശിക്ക്? യെസ്, അത് മാറിപ്പോരുത്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അതിന്റെ കാണിച്ചു തരാം അഡ്ജസ്റ്റ്മെന്റ്. The following were agreed upon C's admission. Provision required for doubtful debt 5%. പ്രൊവിഷൻ ഒരു 5% നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ ഒരു ലൈബിലിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഡെറ്ററിന്റെ 5% കാണാം. അപ്പൊ അത് അൺറെക്കോർഡ് ലൈബിലിറ്റി ആണ്. സോ നമ്മൾ എവിടെ ചെയ്താ? ഡെബിറ്റ് സൈഡിൽ ചെയ്താ. സ്റ്റോക്ക് 40,000 അപ്പൊ ചേഞ്ച് എടുത്ത് ചെയ്താ. ഫർണിച്ചർ 10% ഡിപ്രീസിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ചെയ്ത് ബാലൻസ് ചെയ്യുക. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് കിട്ടും, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. ഇത് കുഞ്ഞ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ് 6 മാർക്കിന് ചോദിക്കുക. കാരണം 6 മാർക്കിന് ഒരുപാട് നിങ്ങൾക്ക് കുറെ അഡ്ജസ്റ്റ്മെന്റ് കുറെ സമയം വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഇങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക കേട്ടോ 6 മാർക്കിന്. കത്തിയെങ്കിലും കഴിച്ച് കാണിച്ച് ഒരു 2 ഐറ്റൊക്കെ വരുള്ളൂ. 3 ഐറ്റൊക്കെ തന്നിട്ട് റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ ഇത് 3ഉം വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഇത് 2ഉം മാത്രം ചിലപ്പോൾ വരയ്ക്കാൻ ചോദിക്കും. അപ്പൊ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കുക. അപ്പൊ ഇവിടെ റിവാലുവേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പൊ ഈ 3 ഐറ്റംസ് ആണ് നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട്. ഇത് ഇപ്പൊ ആർക്കെങ്കിലും ചെയ്യണോ? റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ ചെയ്യാം. ഒന്ന് റീസെന്റ് ചെയ്താൽ സാർ ഒന്ന് റിവാലുവേഷൻ അക്കൗണ്ട് പറഞ്ഞു തരുമോ? അങ്ങനെ ഉണ്ടെങ്കിലും റീസെന്റ് ചെയ്ത് പറഞ്ഞുതരാം. വേണ്ട, അറിയാലോ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്ന. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്, കാരണം ഇതും അഡ്മിഷൻ ആണ്. സതി, വർഷ ആർ പാർട്ട്നേഴ്സ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. റേഷ്യോ 3:1 ആണ്. അതിൽ ലൈബിലിറ്റി സൈഡിൽ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ജനറൽ റിസർവ്. അപ്പൊ ജനറൽ റിസർവ് വീതിച്ചു കൊടുക്കണം. ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സിന്റെ പ്രൊവിഷൻ കുറച്ചതുണ്ട്, മെഷീനറി, ബിൽഡിംഗ്. ബാലൻസ് ഷീറ്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചു. യെസ്. ഇത് 6 മാർക്കിന് റിവാലുവേഷൻ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാൻ വന്നു. സുമേന അഡ്മിറ്റ് ചെയ്തു. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആർ ടു ബി ടേക്കൺ അറ്റ് 70,000. അതിനർത്ഥം ഇൻവെസ്റ്റ്മെന്റിന്റെ ഇപ്പോഴത്തെ വില 70,000 ആണ് മാർക്കറ്റ് വില. മുമ്പ് എത്രയായിരുന്നു ഇൻവെസ്റ്റ്മെന്റ്? സാറെ കാണിച്ച് ബാലൻസ് ഷീറ്റ്. മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് 60,000 ആയിരുന്നു, ഇപ്പൊ 70,000 ആയി. അപ്പൊ 10,000 രൂപ കൂടി. അപ്പൊ അസറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കത്തിയില്ലേ? ക്ലിയർ അല്ലേ അക്സ? അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചു സാറേ. യെസ്. ബിൽഡിംഗ് വേർ ഫൗണ്ട് അണ്ടർ വാല്യൂഡ്. മക്കളെ അണ്ടർ വാല്യൂഡ് വന്ന് എന്താ ചെയ്യണ്ടേ?
അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ മക്കളെ, അണ്ടർ എന്ന് പറഞ്ഞാൽ അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ എളുപ്പവഴി പറഞ്ഞുതരാം. അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്തതാണ്. ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞാലോ അത് ഡിക്രീസ് ചെയ്യുന്നതാണ്. കാണാതെ പഠിച്ചോ. അതായത് ബിൽഡിങ്ങിന്റെ വില 4000 രൂപ നമ്മൾ കുറവ് കാണിച്ചേക്കണേ. അതിനർത്ഥം ബിൽഡിംഗ് 4000 കൂടുതലാണ്. കത്തിയാ സെറ്റല്ലേ? സോമരിയ സോജി സംഭവം അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാല് നമ്മൾ കുറവ വാല്യൂ ചെയ്തേക്കണേന്ന്. ശരിക്കും എത്ര ബിൽഡിങ്സ് ആരെന്ന് കാണിച്ച ബാലൻസ് ഷീറ്റ്? യെസ്, ബിൽഡിംഗ് ആക്ച്വലി ഇവിടെ എത്രയാ ബിൽഡിംഗ്? 1,25,000 അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് കാണിച്ച്. ശരിക്കും ബിൽഡിങ് 1,29,000. അതിൽ 4,000 നമ്മൾ കുറവ് കാണിച്ചേക്കണേന്ന്. 1,25,000 ബാലൻസ് ഷീറ്റിൽ കാണിച്ചേക്കണേ. അപ്പൊ അതിനർത്ഥം 4,000 കുറവ് കാണിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും 1,29 ഉണ്ട്, 4,000 കൂടുതലുണ്ട്. അപ്പൊ അസറ്റ് കൂടുതലല്ലേ ചെയ്തേ? അപ്പൊ ഇൻക്രീസ് ചെയ്തതാണ് കേട്ടോ. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ് അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ. കത്തിയോ? കൈവശം കാണിച്ച എല്ലാവരും ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കാണിച്ചു. അപ്പൊ അത്ര ഇല്ലാന്ന് അർത്ഥം. അപ്പൊ ഡിക്രീസ് ആണ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ് കേട്ടോ. അത് മാറിപ്പോരുത് മക്കളെ. അണ്ടർ വാല്യൂഡ് പറഞ്ഞാൽ ഡിക്രീസ് എന്നല്ല അമൽദാസേ കേട്ടോ. ക്ലിയർ ആയ എല്ലാവർക്കും? അണ്ടർ വാല്യൂഡ് എന്ന് ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെന്റിൽ കണ്ടാൽ അത് ഇൻക്രീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓവർ വാല്യൂഡ് എന്ന് കണ്ടാൽ അത് ഡിക്രീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മാറിപ്പോവരുത്. കിട്ടിയില്ലേ ദിയ? ഓക്കെ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ക്രെഡിറ്റേഴ്സിന് 3000 രൂപ കൊടുക്കേണ്ടതില്ല. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കുറഞ്ഞു. പിന്നെ മെഷീനറി ഡിക്രീസ് ചെയ്തു. റിവാലുവേഷനെ കൊണ്ട് വരയ്ക്കാൻ അറിയാലോ എല്ലാവർക്കും? സെറ്റ് അല്ലേ ഐഷേ? യെസ് സെറ്റ്. അടുത്തിലേക്ക് പോകും. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു 2-3 തിയറീസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ AFSകാർ നന്നായി പഠിക്കുക കേട്ടോ. AFS ഷെയറിന്റെയും അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഡിബഞ്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. യെസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗുകാർക്ക് ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. യെസ്, 20 മാർക്ക് അവർക്ക് സെറ്റ് ആയിരിക്കും. യെസ്, നോക്കുക. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എമംഗ് ഡിഫറെന്റ് പാർട്ട്നേഴ്സ് ചേഞ്ചസ് അല്ലെ? പാർട്ട്ണർ തമ്മിലുള്ള ബന്ധം അവിടെ എന്താവാണ്? ചേഞ്ച് ആവാണ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അടച്ചുപൂട്ടാണ് അല്ലെ? പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം കംസ് ടു ആൻ എൻഡ്. അടച്ചുപൂട്ടാ. ഇവിടെ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നു, അടച്ചുപൂട്ടുന്നു. ഇവിടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും? റീവാല്യൂ ചെയ്തിട്ട് പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇവിടെയാണെങ്കിലോ അസറ്റ് ഒക്കെ വിറ്റിട്ട് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് ഒക്കെ കൊടുത്തു തീർക്കും. മനസ്സിലായി? എന്നിട്ട് ബാക്കിയുള്ളത് സെറ്റിൽ ചെയ്യും പാർട്ട്നേഴ്സിന്. സെറ്റ് അല്ലേ? 3 ഡിഫറൻസ് ക്ലിയർ ആയോ സഫാനെ? സെറ്റ് അല്ലേ? അടുത്ത ഡിഫറൻസ്, 4ാമത്തെ ഡിഫറൻസ് ഇതാണ്. സാറെ കാണിച്ചു. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ് അല്ലെ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഇത്ര നേരം പഠിച്ച അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ഒക്കെ ഇല്ലേ? അതൊക്കെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് കേട്ടോ. അപ്പൊ കോസസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ചോദിച്ചാൽ അടച്ചുപൂട്ടുന്നില്ലല്ലോ, ചേഞ്ച് അല്ലേ വരണേ? അപ്പൊ അഡ്മിഷൻ, റിട്ടയർമെന്റ്, അങ്ങനെ ഒരു ഓപ്ഷൻ, ഒരു ഓഡ് വൺ ചോദിച്ചു. അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ, ഡെത്ത് ഓഫ് പാർട്ട്ണർ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർ. ഏതാ ആൻസർ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണറാ. കാരണം എന്തുകൊണ്ടാ? ബാക്കിയൊക്കെ റീകോൺസ്റ്റിറ്റ്യൂഷനാ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാ. കത്തിയോ? അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഡിസൊല്യൂഷൻ ഓഫ് ഫേം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ ഞാൻ പറയാം. അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ, ഡെത്ത് ഓഫ് പാർട്ട്ണർ, ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അങ്ങനെ വന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ് ആൻസർ വരിക കേട്ടോ. കത്തിയോ? എഴുതിക്കല്ലാവരും? യെസ്. കാരണം ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അടച്ചുപൂടി. ഇനി ആ സ്ഥാപനം ഇല്ല. ബാക്കി 3ലും സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട്. അത് റീകോൺസ്റ്റിറ്റ്യൂഷന്റെ കോസസ് ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക. എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട്സ് ദ മീനിങ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് കംസ് ടു ആൻ എൻഡ്, മേക്ക് എ ന്യൂ എഗ്രിമെന്റ്. നിലവിലുള്ള എഗ്രിമെന്റ് അവസാനിപ്പിച്ചിട്ട് പുതിയ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം കേട്ടോ. കത്തിയില്ലേ? റീകോൺസ്റ്റിറ്റ്യൂഷന്റെ കോസസ് ആണ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അമാൽഗമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഒക്കെ കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി എക്കണോമിക് റിലേഷൻഷിപ്പ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു, ഇവിടെയാണെങ്കിൽ അവസാനിപ്പിക്കുന്നു. ഇവിടെ കോടതി ഇടപെടേണ്ട കാര്യമില്ല, ഇവിടെ കോടതി ഇടപെടാം. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം അറിയാലോ, അത് പഠിക്കണം. എന്താ? ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, കമ്പൽസറി ഡിസൊല്യൂഷൻ അല്ലേ? അത് നന്നായി പഠിച്ചിട്ട് പോകണം ഈ ഏരിയ കേട്ടോ. കാരണം കഴിഞ്ഞ വട്ടം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. സോ എല്ലാവരും മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ നോക്കണം കേട്ടോ. ഓക്കെ ആണോ മക്കളെ? കൈവിശിക്കേ. യെസ്. ഇനി ഒരു കമ്പനി, ഒരു ബിസിനസ് അടച്ചു പൂട്ടുമ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് നമ്മൾ സെറ്റിൽ ചെയ്യുക? അതിന് ഓർഡർ ഉണ്ട്. സാറേ കാണിച്ചോ, ഓർഡർ കാണിച്ചോ. യെസ്, ഇതാണ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്. ആദ്യം നമ്മൾ ലോസസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ആ ലോസസ് നമ്മൾ കൊടുക്കണം. എങ്ങനെ? ആദ്യം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുക, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അടുത്ത ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് കൊടുക്കുക കേട്ടോ. രണ്ടാമത് പഠിക്കണേക്കാളും നല്ലത് നിങ്ങൾ ഈ കേസ് പഠിക്കുക കേട്ടോ. അതായത് മക്കളെ, എപ്പോഴും നമ്മൾ ഔട്ട്സൈഡറിന് കൊടുക്കാനുള്ളതാണ് ആദ്യം കൊടുക്കുക കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോ.
ഔട്ട്സൈഡറിന് കൊടുക്കാനുള്ള ബാധ്യതകൾ നമ്മൾ ആദ്യം കൊടുത്തിട്ടേ പാർട്ട്ണറിന് കൊടുക്കാനുള്ള ക്യാപിറ്റൽ, പാർട്ട്ണറിന് കൊടുക്കാനുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ്, പാർട്ട്ണറിന് കൊടുക്കാനുള്ള ലോൺ ഇതൊക്കെ കൊടുക്കത്തുള്ളൂ. കത്തിയോ? അപ്പൊ ആദ്യം കൊടുക്കണ എന്താ? ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാൻ, പുറത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ, ക്രെഡിറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വേണം കൊടുത്തു തീർക്കാൻ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ. കത്തിയോ? ക്ലിയർ ആയോ? അപ്പൊ കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് പുറത്തുള്ള ലയബിലിറ്റീസ് കൊടുത്തതിന് ശേഷം മാത്രമേ പാർട്ട്ണറിനുള്ളത് കൊടുക്കുള്ളൂ. കത്തി ലീസാനെ സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ആ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ഒന്ന് പഠിച്ചു വെക്കാം. അടുത്ത നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും ഡിഫറൻസ് ആണ് ചോദിക്കാറുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോഴോ റിട്ടയർ ആകുമ്പോഴോ ഡെത്ത് സംഭവിക്കുമ്പോഴോ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റിവാലുവേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഒരു കമ്പനി, ഒരു ഫേം അടച്ചു പൂട്ടുമ്പോഴാണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. റിവാലുവേഷനിൽ നമ്മൾ എന്താ കാണിക്കുക? ടു ഷോ ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദെയർ റിവൈസ്ഡ് വാല്യൂ, ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അങ്ങനെ ഇതേലും മതി കേട്ടോ. അസറ്റിനും ലയബിലിറ്റീസിനും ഉണ്ടായ ചേഞ്ചസ് ആണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കുക. ഇവിടെയാണെങ്കിലോ പ്രിപ്പയർഡ് ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ സെയിൽ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലയബിലിറ്റി. കേട്ടോ, അസറ്റ് വിറ്റിട്ട് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് കൊടുത്തിട്ടുള്ള ആ ഒരു ചേഞ്ച് ഇല്ല, ആ പ്രോഫിറ്റ്, അത് കണ്ടുപിടിക്കാനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് കാണാൻ, അസറ്റ് ഉണ്ടായ ചേഞ്ചും ലയബിലിറ്റീസ് ഉണ്ടായ ചേഞ്ചസ് ഒക്കെ എഴുതിയിട്ട് പ്രോഫിറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അടുത്തത് ഇങ്ങനെ എഴുതിയാൽ മതി, ഓൺലി ദ ചേഞ്ച് ഇൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ റെക്കോർഡ്. അല്ലേ? അസറ്റിനും ലയബിലിറ്റീസിനും ഉണ്ടായ ചേഞ്ചസ് ആണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കുക. കത്തിയോ? അത് നിങ്ങൾ കഴിച്ച് കാണിച്ചേ. യെസ്. ഇവിടെയാണെങ്കിലോ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഷോൺ അറ്റ് ദ ബുക്ക് വാല്യൂ, ബുക്കിലുള്ള വാല്യൂ, ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ ആണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കുക. നോ എക്സ്പെൻസ് ആർ ഷോൺ. റിവാലുവേഷൻ അക്കൗണ്ടിൽ ഒരിക്കലും എക്സ്പെൻസുകളൊന്നും കാണിക്കില്ല. റിയലൈസേഷൻ നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് കാണിക്കാറില്ല, ഡിസൊല്യൂഷൻ എക്സ്പെൻസ്, അപ്പൊ അത് കാണിക്കും. ഇവിടെ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലും സ്ഥാപനം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ ആണെങ്കിൽ ഫേം ഈസ് ഡിസോൾവ്ഡ്, അടച്ചുപൂട്ടി, ഇനി ആ സ്ഥാപനം ഇല്ല. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിക്കാൻ ചെയ്യും. യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ലോൺ അക്കൗണ്ട് ആണ്. അപ്പൊ ലോൺ അക്കൗണ്ടിലേക്ക് പോണതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് തരാം കേട്ടോ. ഒരു 10 minutes ബ്രേക്ക് എടുത്തോളൂ. ലോൺ അക്കൗണ്ട് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ലോൺ അക്കൗണ്ട്. വേഗം വീഡിയോ ഓൺ ആക്കാം കേട്ടോ. വേഗമാവട്ടെ, വേഗം 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 വേഗം. സാറേ ക്വസ്റ്റ്യൻ കാണിക്കൂ. ഓക്കെ, നമുക്കപ്പോൾ ലോൺ അക്കൗണ്ടിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. മോഹൻ, മണി ആൻഡ് മീന ആർ പാർട്ട്നേഴ്സ് ആണ്. മണി റിട്ടയർ ഫ്രം ദ ഫേം ആണ് കേട്ടോ. 1/4/2020 റിട്ടയർ ആയത്. ഓൺ ദിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ₹60,000 വാസ് ഡ്യൂ ടു ഹിം. അല്ലെ, ₹60,000 മണിക്ക് കൊടുക്കാനുണ്ട്. മോഹൻ ആൻഡ് മീന പ്രൊപ്പോസ് ടു ദാറ്റ് ദേ വിൽ പേ ഹിം ഇൻ 5 installments. മക്കളെ, ഇൻസ്റ്റാൾമെന്റ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ 5 installments എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ 60,000 ഡിവൈഡഡ് ബൈ 5 അപ്പൊ തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. 60,000 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പൊ നമുക്ക് 12,000 ആണ് കിട്ടണേ. 12,000 ആണ് കൈവശം കാണിച്ചത്, 12,000 ആണ് കിട്ടണേ. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് 12,000 ആണ്. അതിന്റെ കൂടെ നമ്മൾ 12% ഇൻട്രസ്റ്റ് കൊടുക്കണം പെർ ആനം ഓൺ ദ അൺപെയ്ഡ് ബാലൻസ്. ഷോ ലോൺ അക്കൗണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പറയട്ടോ, ഷോ ലോൺ അക്കൗണ്ട് ഓഫ് മണി ഫോർ ദ ഫസ്റ്റ് 3 years. അങ്ങനെ ചിലപ്പോൾ പറയട്ടോ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ 3 years ബൈ 3 ഒന്നും ചെയ്ത് വെക്കരുത് കേട്ടോ. ആദ്യത്തെ 3 ഇയറിലെ ലോൺ അക്കൗണ്ട് വരയ്ക്കാനാ പറഞ്ഞേക്കണേ. കത്തിയോ അമ്മല്ലേ? മെല്ലാസ് ക്ലിയർ അല്ലേ? 3 വർഷത്തെ ലോൺ അക്കൗണ്ട് വരയ്ക്കാനാ പറഞ്ഞേക്കണേ, അല്ലാണ്ട് 3 തവണ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു നല്ലതായിട്ട് അർത്ഥം. അപ്പൊ അതാണ് പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് മണീസ് ലോൺ അക്കൗണ്ട് വരയ്ക്കാം. മണീസ് ലോൺ അക്കൗണ്ട് ഞാൻ 5 വർഷം വരയ്ക്കുന്നില്ല കേട്ടോ, 3 വർഷം അതിന്റെ സ്പേസ് ഉള്ളൂ. മണീസ് ലോൺ അക്കൗണ്ട് 5ാമത്തെ വർഷം 2 സൈഡ് ഈക്വൽ ആയി പോകും കേട്ടോ. ഡേറ്റ്, particulars, amount, date, particulars, amount. Credit side, debit side. അത് 1/4/2020 നമ്മള് റിട്ടയർ ആയത്. സോ നമ്മൾ മണീസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ അക്കൗണ്ടിൽ നല്ല വരണ എമൗണ്ട്. സോ മണീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ കൊടുക്കാനുള്ള ഫുൾ എമൗണ്ട്, കൊടുക്കാനുള്ള ഫുൾ എമൗണ്ടും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായോ? ഈ ഡേറ്റ് എഴുതിയിട്ട് 1/4/2020 ഡേറ്റ് ചെയ്തിട്ട് മണീസ് ക്യാപിറ്റൽ അക്കൗണ്ട് പറയും കൊടുക്കാനുള്ള 60,000. ഇനി ആ വർഷത്തെ അവസാനം April 1 തുടങ്ങണേ. അപ്പൊ March 30, അടുത്ത വർഷം March 31 നമുക്ക്
ഇയർ എൻഡിങ് വരിക, ഒരു ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. മക്കൾ ഇൻട്രസ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുക? ഇവിടെ കിട്ടുന്ന എമൗണ്ടിന്റെ എത്ര ശതമാനം? 12% എന്നല്ലേ പറയണേ. അപ്പോൾ 60,000 ഇൻറ്റു 60,000 ഇൻറ്റു 12/100 എത്രയാ? 60,000 ഇൻറ്റു 12/100 എത്രയാന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്ത് എഴുതണം കേട്ടോ. എത്രയാ? 7,200 നമുക്ക് വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 67,200 കിട്ടും. അതോടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എഴുതണ്ടേ? ഇവിടുത്തെ ഡേറ്റ് തന്നെ വേണം. അതായത് ഇയർ എൻഡിങ്ങിലെ ഡേറ്റ് വേണമെങ്കിൽ ഇപ്പുറത്ത് എഴുതാം കേട്ടോ. 31/3/2021 ക്യാഷ് എന്നോ അല്ലെ ബാങ്ക് എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ക്യാഷിന് എഴുതാം, ക്യാഷ് ആയിട്ട് കൊടുക്കുക, ചെക്ക് ആയിട്ട് കൊടുക്കുക, എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ ക്യാഷ് എന്നോ ബാങ്ക് എന്നോ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ കൊടുക്കണേ. 60,000/5 12,000. ഈ 12,000ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മുടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. 7,200 ആഡ് ചെയ്യണം. 19,200 വരും. യെസ്, അത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 60 അല്ലേ, 48,000 ആണോ? 48,000 ആണ് നമുക്ക് കിട്ടുക. ബാലൻസ് ക്യാരിഡ് ഓൺ. ബാലൻസ് ക്യാരിഡ് ഓൺ. മക്കളെ കത്തിയോ? ഫസ്റ്റ് ഇയർ ക്ലിയർ ആയോ എല്ലാവർക്കും? ഫസ്റ്റ് ഇയർ ക്ലിയർ ആണെങ്കിൽ ആയുഷ വായ വിളിച്ച് അങ്ങനെ തിരിഞ്ഞിരിക്കില്ല, നിങ്ങൾ നോക്കടാ. ആ, അപ്പൊ 48,000 കിട്ടി. ആയുഷ മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം? ആയുഷ വിളിച്ചാറേ വെറുതെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അവൻ അടുത്ത പറഞ്ഞ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണം? ആ, ഇയർ പറഞ്ഞേ 1/4/2021. ആ പറഞ്ഞോ. ബാലൻസ് ആ ഡേറ്റ് 31/3/2022. ഇൻട്രസ്റ്റ് എങ്ങനെ ഇൻട്രസ്റ്റ് കാണാം? ആ 100. ആ 48,000 ഇൻറ്റു 12/100 5,760 എന്ന് കിട്ടും. യെസ്, ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം? 31/3/2022 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾമെന്റ് 12,000ന്റെ കൂടെ ഈ പറയുന്ന 5,760 കൂട്ടുമ്പോൾ 17,760 അല്ലേ? 17,760 വരും. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 12,000 കുറച്ച് 36,000 വരും. ശരിയല്ലേ? യെസ്, ഇത് നിങ്ങൾ ചെയ്തു പോകാട്ടോ മക്കളെ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ലോൺ അക്കൗണ്ട് ചെയ്യേണ്ടത്. എത്ര വർഷത്തേക്കാണോ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അത്രയും വർഷത്തേക്ക് ചെയ്യാം കേട്ടോ. 5 വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ 5ാമത്തെ വർഷം 2 സൈഡ് ഈക്വൽ ആയി പോകും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ലോൺ അക്കൗണ്ട് മനസ്സിലാക്കി കൈവശി കാണിച്ചേ. സിമ്പിൾ ആണ്. ഇത് വരാൻ പ്രാർത്ഥിക്കുക ലോൺ അക്കൗണ്ട് കേട്ടോ. ഇത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. 5 മാർക്കിന് 4 മാർക്കിനൊക്കെ വരട്ടെ എന്തായാലും കേട്ടോ. യെസ്, അക്കൗണ്ടൻസി മേ ബി ചിലപ്പോൾ ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞോ. ഇത് എവിടെ വെച്ചാൽ 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ കൊടുക്കണേ. 60,000 കൊടുക്കാനുള്ള പൈസ 5 തവണ ഇൻസ്റ്റാൾമെന്റ് അല്ലേ. 5/5 ചെയ്യാം. ഓരോ ഇൻസ്റ്റാൾമെന്റിലും 12,000 വെച്ച്. കത്തിയാ? അതാണ് ഞാൻ പറഞ്ഞത്. 3 ഇയേഴ്സിലേക്ക് ലോൺ അക്കൗണ്ട് വരയ്ക്കാൻ. ഷോ ലോൺ അക്കൗണ്ട് ഓഫ് മണി ഫോർ ദ ഫസ്റ്റ് 3 ഇയേഴ്സ്. ആദ്യത്തെ 3 വർഷത്തെ ലോൺ അക്കൗണ്ട് വരയ്ക്കാനാണ് പറയണേ. അപ്പൊ 3 വർഷത്തേക്ക് നമ്മൾ 3ാമത്തെ ഒരു വർഷം കൂടി വരച്ച് നിർത്തിയാൽ മതി. 5 വർഷത്തേക്ക് വരയ്ക്കണ്ടെന്ന്. കത്തിയാ? ആ അല്ലടാ, ഇൻസ്റ്റാൾമെന്റ് 5 തവണയായിട്ട് നമ്മൾ ഈ പൈസ കൊടുക്കണേ. പക്ഷെ ഈ ലോൺ അക്കൗണ്ട് വരയ്ക്കേണ്ടത് 3 വർഷത്തേക്കാണ്. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ വരച്ചു, സെക്കൻഡ് ഇയർ വരച്ചു, ഇനി നിങ്ങൾ 1 വർഷം കൂടി ചെയ്യണം. 5 വർഷം ചെയ്യണ്ടെന്ന്. അതായത് അക്കൗണ്ട് നമ്മൾ 3 വർഷത്തേക്ക് വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ബൈ 3 ചെയ്യരുതെന്ന്. അതായത് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ പറയും, ഇൻസ്റ്റാൾമെന്റ് നോക്കുക. ഇവിടെ എത്ര ഇൻസ്റ്റാൾമെന്റ് ആ നോക്കുക. കണ്ടോ? 5 എന്നല്ല. അപ്പൊ അത് വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. ഈ 3 വെച്ചല്ല ഡിവൈഡ് ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ കൈന്നിട്ടതാ. അങ്ങനെ വന്നാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 3 അല്ല ചെയ്യേണ്ടത് എന്നാണ്. മനസ്സിലായി? തെറ്റിദ്ധരിക്കാതിരിക്കാണ് ഞാൻ പറഞ്ഞത്. കത്തിയാ? അപ്പൊ ഇവിടെ എന്താ പറയണേ? ഷോ ലോൺ അക്കൗണ്ട് ഓഫ് മണി ഫോർ ദ ഫസ്റ്റ് 3 ഇയേഴ്സ് എന്ന് പറയുന്നത് അർത്ഥം ആദ്യത്തെ 3 വർഷത്തെ ലോൺ അക്കൗണ്ട് വരയ്ക്കാന്നാണ് അർത്ഥം. കേട്ടാ മൽദാസേ? അതിന് 3 തവണ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു എന്നല്ല അർത്ഥം. കത്തിയാ? ഇൻസ്റ്റാൾമെന്റ് എത്രയാ? അത് 5 വെച്ചിനെ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ 3 വർഷത്തേക്ക് വരച്ചാൽ മതി. കത്തിയാ? സാധാരണ 5 വർഷത്തേക്കല്ലേ വരയ്ക്കുക. എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ അത്രയും വർഷത്തേക്കാണ് വരയ്ക്കേണ്ടത് ശരിക്കും, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. കത്തിയില്ലേ? ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. അമൽദാസ് മാത്രമല്ല. ഓക്കെ മക്കളെ, ലോൺ അക്കൗണ്ട് ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി തരുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ടാണ്. നിങ്ങളെ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ലോൺ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രകാശ്, രാജേഷ് ആൻഡ് സരീഷ് ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. രാജേഷ് റിട്ടയേഴ്സ് ഫ്രം ദ ഫേം. ഫേമിൽ നിന്ന് രാജേഷ് റിട്ടയർ ആയി. ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, റിട്ടയർമെന്റ് സമയത്ത് രാജേഷ് നമ്മൾ എത്ര രൂപ കൊടുക്കാണ്ട്? 1,20,000 രൂപ കൊടുക്കാനുണ്ട്. പ്രകാശ് ആൻഡ് സരീഷ് പ്രോമിസ് ടു പേ ഹിം
4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? 1,20,000 4 വെച്ച് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1,20,000 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 3 12 30,000 വരും കേട്ടോ. ഇത് അതിൻ്റെ കൂടെ പ്ലസ് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുക കേട്ടോ. കത്തിയാമല്ലാസേ? അപ്പോൾ സന ചോദിച്ച സന, ഇത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യണേ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, തന്നെ വർക്കൗട്ട്. സന ചോദിച്ച മോനെ, അത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ക്വസ്റ്റ്യനിൽ തരുവടാ. അപ്പൊ നമ്മൾ വെറുതെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 3 ഇയർ വരെ എന്ന് പറയുമ്പോൾ 3 ഇയർ വരെ നമ്മൾ അത് എഴുതാം. ഈ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4ാമത്തെ വർഷം നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് ഇല്ലേ, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോഡ് ഓൺ എഴുതാറില്ലേ, ആ എമൗണ്ടും ഇൻട്രസ്റ്റ് കിട്ടിയില്ലേ നമുക്ക്, അത് രണ്ടും കൂടി കൂട്ടി വെറുതെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ആക്കി വെച്ചാൽ മതി. കത്തിയില്ലേ? യെസ്. ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് പറയുമ്പോൾ കേട്ടോ, ഒരു എമൗണ്ട് തന്നിട്ട് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. യെസ്. അങ്ങനെ വന്നാൽ അത് ആ ക്വസ്റ്റ്യൻ റെയർ ആയിട്ടേ വന്നിട്ടില്ല, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇൻ കേസ് വന്നാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ട് റെഗുലർ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് ആ കേസ് കേട്ടോ. വേറെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഇത് വർക്ക്ഔട്ട് ചെയ്യണം എല്ലാവരും. സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും ചെയ്യണം. ഇല്ലിരുന്ന് കേട്ടോ. ഒരെണ്ണം കൂടി തരാം. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. മഹേഷ്, റിയാസ് ആൻഡ് ജേക്കബ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. മഹേഷ് റിട്ടയേർഡ് ഫ്രം ദ ഫേം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. അപ്പൊ 2021 റിട്ടയർ ആവാന്ന് പറഞ്ഞാൽ അതിനർത്ഥം 2020 ഏപ്രിലിനാണ് അർത്ഥം. 2 വർഷം പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഏപ്രിൽ തുടങ്ങിയാലാണല്ലോ അടുത്ത വർഷം മാർച്ചിൽ അവസാനിക്കുക കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 2 വർഷം തന്നാൽ അത് ഏപ്രിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന ഒരു ഫേം ആണ് കേട്ടോ. കത്തിയോ ഐശിക്ക്? യെസ്. ഒരൊറ്റ ഇയർ ആയിരുന്നെങ്കിലോ ജനുവരി തുടങ്ങി ഡിസംബറിൽ അവസാനിക്കണം. അങ്ങനെ അസ്യൂം ചെയ്യണം കേട്ടോ. യെസ്. ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് 40,000 ബിക്കംസ് ഡ്യൂ ടു ഹിം അല്ലേ? അതായത് മഹേഷ് റിട്ടയർ ആയപ്പോൾ 40,000 രൂപ മഹേഷിന് കൊടുക്കാനുണ്ട്. അത് ആരാ കൊടുക്കണേ? റിയാസും ജേക്കബും കൂടിയിട്ട് 4 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. സോ 40,000 ബൈ 4 ചെയ്യുക, 10,000 കിട്ടും. അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. കത്തിയില്ലേ? സെറ്റ് അല്ലേ? കഴിച്ചിക്ക് കണ്ടോ? ഇത് നോക്കിയേ അമലെ. പ്രിപ്പയർ മഹേഷ് ലോൺ അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് 3 ഇയേഴ്സ്. കണ്ടോ? ആദ്യത്തെ 3 വർഷത്തെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയണം. അപ്പൊ എന്ത് ചെയ്യണടാ അനുരാഗ്? എന്ത് ചെയ്യണടാ? 3 വർഷത്തേക്ക് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഈ 40,000 ഡിവൈഡ് ബൈ എത്ര ചെയ്യണ്ടേ അനുരാഗ്? പറഞ്ഞോ. 40,000 ഡിവൈഡ് ബൈ എത്ര ചെയ്യണ്ടേ? സൗണ്ട് കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അനുരാഗ്. എക്സാമിന് തലേ ദിവസമാണ്, ഓർക്കണം. അടുത്ത ആൾ വിളിച്ച് വേറെ ആൾ വിളിച്ച് പറയും. പറയടാ, എന്ത് ചെയ്യണ്ടേ? 40,000 ഡിവൈഡ് ബൈ എന്താ ചെയ്യണ്ടേ? 4 തന്നെയാണ് ചെയ്യേണ്ടത്. വെരി ഗുഡ് മക്കള്. 4 ഇൻസ്റ്റാൾമെന്റ് ഇല്ല. സോ 4 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 3 ഇയറിലേട്ട് അക്കൗണ്ട് വരയ്ക്കാനാ പറഞ്ഞേക്കണേ. കത്തിയില്ലേ അമൽദാസേ? നേരെ ചോദിച്ച ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ, സെറ്റ്. കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ഒരു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ആണ് മക്കൾ. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ലോൺ അക്കൗണ്ട്, ഇതിലേതെങ്കിലും ഒന്നാണ് മാറി ചോദിക്കാറ് കേട്ടോ. അപ്പൊ അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും വരാറുണ്ട്. സോ അതുകൊണ്ട് പഠിച്ചിട്ട് പോവാ. ഇവിടെ ലക്ഷ്മിയാണ് മരിക്കുന്നത്. ലക്ഷ്മിയുണ്ട്, പ്രിയയുണ്ട്, ദീപയുണ്ട്. 3 പാർട്ട്ണർമാരുണ്ട്. ക്രെഡിറ്റേഴ്സ് ഉണ്ട് 12,000 രൂപ. റിസർവ് ഉണ്ട് 36,000 രൂപ. ക്യാപിറ്റൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക്, സൺഡ്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫിക്സഡ് അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചു സാറേ. ലക്ഷ്മി ഡൈഡ് ഓൺ, ലക്ഷ്മി മരിച്ചുപോയി മക്കളെ. മെയ് 31-നാണ് മരിച്ചത് അല്ലേ? തൊട്ട് മുമ്പ് ബാലൻസ് ഷീറ്റ് കാണിച്ച്. യെസ്. അപ്പൊ ബാലൻസ് ഷീറ്റിലെ ഡേറ്റ് 31 മാർച്ചിൽ അവസാനിക്കണേ. അപ്പോൾ ഏപ്രിൽ തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഏപ്രിൽ മെയ്യിൽ അദ്ദേഹം മരിച്ചു. സാറേ അടുത്ത അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഏപ്രിൽ തുടങ്ങുന്ന സ്ഥാപനമാണല്ലോ. എന്നാ മരിച്ചത് ലക്ഷ്മി? മെയ് 31-നാ. അപ്പൊ ഏപ്രിലും മെയ്യും പുള്ളിക്കാരി നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. 2 മാസം നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ട്ണർ മരിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു മാസത്തിന്റെ ആദ്യം മരിക്കും, അല്ലെങ്കിലോ മാസത്തിന്റെ അവസാനം മരിക്കത്തുള്ളൂ. ഒരിക്കലും അതിന്റെ ഇടയിലുള്ള ഡേറ്റുകൾ ഒരിക്കലും മരിക്കത്തില്ല കേട്ടോ. മനസ്സിലായില്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഒന്നില്ലെങ്കിൽ ബിഗിനിങ്ങിൽ മരിക്കും, അല്ലെങ്കിൽ അവസാനം മരിക്കും കേട്ടല്ലോ. അപ്പൊ ബിഗിനിങ്ങിൽ മരിക്കുകയാണെങ്കിൽ ആ മന്ത് കാൽക്കുലേറ്റ് ചെയ്യരുത്, എൻഡിലാണെങ്കിലോ ആ മന്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ മെയ് 31-നാണ് മരിച്ചേക്കുന്നത്. അപ്പൊ ഏപ്രിൽ മെയിലും പുള്ളിക്കാരി നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ബാലൻസ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ജസ്റ്റ് കാണിച്ചു തരാം. ലക്ഷ്മിയുടെ അക്കൗണ്ട് വരയ്ക്കണം കേട്ടോ. ലക്ഷ്മിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. വേണ്ട, ഇത് അടുത്ത് ചെയ്താൽ മതി. കഴിഞ്ഞപ്പോൾ കയറിക്കോ. പർട്ടിക്കുലർസ് എമൗണ്ട്
മക്കളെ കൊടുക്കാനുള്ളതൊക്കെ ആദ്യം നമുക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുക. ബാലൻസ് ബ്രോഡ് ഡൗൺ ലക്ഷ്മിയുടെ ആണല്ലോ. സോ ലക്ഷ്മിയുടെ ക്യാപിറ്റൽ മാത്രം എഴുതിയാൽ മതി. സാറെ കാണിക്കുക ബാലൻസ് ഷീറ്റ്. ലക്ഷ്മിയുടെ ക്യാപിറ്റൽ മാത്രം എഴുതിയാൽ മതി. സോ ലക്ഷ്മിയുടെ ക്യാപിറ്റൽ ഇവിടെ എത്രയാണ് വന്നേക്കണേ? 29,200 റിസർവ് ഉണ്ടോ എന്ന് നോക്കണം. റിസർവ് ഉണ്ട് മക്കളെ. റിസർവ് വീതിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, കാരണം അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. സോ നമുക്ക് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, ഈക്വലി എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ 36,000 3 പാർട്ണർ ഉണ്ട് അല്ലേ. 36,000 ഡിവൈഡ് ബൈ 3 ചെയ്യാം. 3 പാർട്ണർ ഇല്ലേ. അപ്പൊ 36,000 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 12,000 12,000 കിട്ടും റിസർവ് കേട്ടോ. ഓക്കെ ആണോ മക്കളെ? കൈവിശി കാണിച്ച സെറ്റ് ആണെങ്കിൽ കൈവിശി കാണിച്ച എല്ലാവരും. യെസ്. അപ്പൊ ലക്ഷ്മിയുടെ ക്യാപിറ്റൽ എഴുതി, ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. റിസർവ് നമുക്ക് 36,000 ആണ്. 3 പാർട്ണർ ഉണ്ട്. ഈക്വലി ആണ് കൊടുക്കുന്നത്. റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ആണ് കേട്ടോ. അറിയാലോ, റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിലും ഈക്വലി ആണ് കേട്ടോ. ഇനി ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിന്റെ റേഷ്യോ നോക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ചിലപ്പോൾ മേ ബി പറയും. അപ്പൊ റിസർവ് എഴുതി. സാർ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചേ. ഷെയർ ഓഫ് ഗുഡ് വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. അത് നമുക്ക് നോക്കാം. ഷെയർ ഇൻ ദ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്. കണ്ടോ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ വേണം മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കാൻ. അത് കൃത്യമായി ക്വസ്റ്റ്യനിൽ പറയും. എന്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹത്തിന് മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കേണ്ടതെന്ന് പറയാറുണ്ട്. മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിന് എന്താ വിളിക്കുക? മരിച്ച ഡേറ്റ് വരെ ഗൂഗിളെ പറഞ്ഞ ഗൂഗിൾ PS 3rd row ലാസ്റ്റ് വൺ. ഇവിടെ മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിന് എന്താ പറയാ? മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് എന്താ വിളിക്കുക? പ്രോഫിറ്റ് അല്ല സസ്പെൻസ്. അതിന് ജേണൽ എൻട്രി മാത്രം ചോദിക്കാറുണ്ട്. എന്താ എൻട്രി വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ടു ലക്ഷ്മീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. മക്കളെ എൻട്രി പഠിക്കണം കേട്ടോ. എൻട്രി മാത്രം ചിലപ്പോൾ ചോദിക്കും. മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കുന്ന ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മരിച്ചു പോയ ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. സെറ്റ് അല്ലേ? കൈവിശിക്കേ സെറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിന്റെ ബേസിലാണ്. അത് നമുക്ക് നോക്കട്ടെ. ഇവിടെ കിടക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണ്ടേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മക്കളെ 6% പെർ ആന. ഒരു വർഷത്തേക്ക് 6%. ഇവിടെ ഒരു വർഷത്തേക്ക് കൊടുക്കണ്ടല്ലോ. 2 മാസം കഴിയുമ്പോൾ മരിച്ചു പോയില്ലേ, പുള്ളിക്കാരി തട്ടിപ്പോയില്ലേ. അപ്പൊ 29,200 ഇൻറ്റു 29,200 ഇൻറ്റു 6/100 ഇൻറ്റു 2/12 ചെയ്യാം. അപ്പൊ നമുക്ക് 292 കിട്ടും. കത്തിയാ മക്കളെ? കത്തിങ്ങൾ കഴിച്ച് കാണിച്ച എല്ലാവരും. ഇനി നമുക്ക് ഗുഡ് വിൽ കൊടുക്കാം. ഗുഡ് വിൽ ഓഫ് ദ ഫേം അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഫേമിന്റെ ഗുഡ് വില്ലാണ് 42,000. അതിൽ നിന്ന് ലക്ഷ്മിയുടെ ഗുഡ് വില് കണ്ടുപിടിക്കണം. ലക്ഷ്മീസ് ഗുഡ് വില് കാണാൻ 42,000 ഇൻറ്റു 1/3 1:1:1 അല്ലേ. സോ നമുക്ക് 14,000 കിട്ടും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഗുഡ് വിൽ എന്ന് പറഞ്ഞ് 14,000 എഴുതിയാൽ മതി. കൊടുക്കുന്നതായാലും എടുക്കുന്നതായിട്ടൊന്നും കാണിക്കണ്ട. ജസ്റ്റ് ഗുഡ് വില് എത്രയാ? 14,000. സെറ്റ് ആണെങ്കിലും കഴിച്ച് കാണിച്ച എല്ലാവരും. ക്ലിയർ ആണെങ്കിലും എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച്. യെസ്. ഇനി നമുക്ക് മരിച്ച ഡേറ്റിലെ പ്രോഫിറ്റ് കൊടുക്കണ്ടേ? അത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 21,600 പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്. ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് എത്രയാ? 21,200. പുള്ളിക്കാരുടെ ഷെയർ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ആണ്. സാലില്ലാത്താണ് ഞാൻ ഇവിടെ എഴുതണേ കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? 21,600 ഇൻറ്റു പുള്ളിയുടെ ഷെയർ 1/3 ഇൻറ്റു മരിച്ച ഡേറ്റ് വരെ. അപ്പൊ 2/12 ചെയ്യാം. അപ്പൊ എത്ര കിട്ടാം? 1,200 കിട്ടും. 1,200. വേറെ ഒന്നുമില്ലല്ലോ എഴുതാൻ. വേറെ ഒന്നും എഴുതാനില്ലല്ലോ. ഈ ഡ്രോയിങ്സ് എങ്ങനെ ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ആണെങ്കിൽ ഡെബിറ്റിൽ എഴുതിയിട്ട് ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ എക്സിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. കത്തിങ്ങൾ കഴിച്ച് കാണിച്ച് ജാഫ്ന. ക്ലിയർ അല്ലേ? മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് എന്താ വിളിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ്. അതിന്റെ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കത്തിയില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. അപ്പൊ മരിച്ച ആളുടെ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാം. മക്കളെ എൻട്രീസ് മാത്രം ചോദിക്കട്ടെ. ചിലപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിലെയോ റിയലൈസേഷൻ അക്കൗണ്ടിലെ എൻട്രീസ് മാത്രം ചോദിക്കും. ജേണൽ എൻട്രി നന്നായി നോക്കിയിട്ട് പോകണം. അതുപോലെ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എൻട്രി നോക്കണം കേട്ടോ. റിസർവിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എൻട്രി നോക്കണം. അപ്പൊ എല്ലാവർക്കും ലക്ഷ്മിയുടെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റീസാൻഡ് ചെയ്തേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസാൻഡ് ചെയ്തോ. ഇല്ല. സാറേ ചോദിച്ചു. ആരാണ്? നീരജ്. ചോദിച്ച മോനെ നീരജ്. ചിലപ്പോ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കും. അപ്പൊ ഇത് തന്നെയാണ് ലക്ഷ്മിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയും. അത് ഡെത്തിൽ മാത്രമല്ല, ചിലപ്പോൾ റിട്ടയർമെന്റിലും പറയും. അപ്പൊ റിട്ടയർമെന്റിലാണ് പറയുന്നെങ്കിൽ ഈ ബാലൻസിങ് ഫിഗർ നിങ്ങൾ ലോൺ എന്ന് പറഞ്ഞു എഴുതണം. എക്സിക്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് എഴുതിയാൽ ലീഗൽ ഹയേഴ്സ് കേട്ടോ. മക്കളെ മരിച്ച ആളുടെ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ബാലൻസിങ് ഫിഗർ എക്സിക്യൂട്ടേഴ്സിനോ ലീഗൽ ഹയേഴ്സ് എന്ന് പറഞ്ഞു എഴുതാ. റിട്ടയർമെന്റ് ആയ അയാളുടെ മാത്രം അക്കൗണ്ട്, റിട്ടയറിംഗ് പാർട്ട്ണറുടെ മാത്രം അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ബാലൻസിങ് ഫിഗർ എന്താ? ലോൺ അക്കൗണ്ട് ആണ്. കത്തിയാ?
ചിലപ്പോൾ റിട്ടയർ ആയ സമയത്ത് അപ്പം തന്നെ കുറച്ച് ക്യാഷ് കൊടുത്തു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വേണം ബാലൻസിങ് എമൗണ്ട് ലോൺ എന്ന് പറയുന്നത്. കത്തിയോ? ഇത് റിട്ടയർ ആയ സമയത്ത് ഒരു 10,000 രൂപ അപ്പം തന്നെ ക്യാഷ് സെറ്റിൽ ചെയ്തു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എഴുതിയിട്ട് ബാലൻസ് എമൗണ്ട് ലോൺ എന്ന് പറയുന്നത്. കത്തി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അക്സ യെസ്. ഞാൻ അടുത്ത ആള് ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് വരും ഡെബിറ്റ് സൈഡിൽ. 56,692 ആണോ കിട്ടുന്നത്? എല്ലാവർക്കും കിട്ടിയേക്കണതാണോ? 52,600. എന്താ നേരെ ചോദിച്ചു? ഗുഡ് വില്ലും വരും. സോറി, ഡ്രോയിങ്സ് വരും, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് വരും. സെറ്റ്. ആരടുത്തുള്ള അഭിമന്യു ഡൗട്ട് ആണോ? ചോദിച്ചോ മോനെ, വേഗം ചോദിച്ചോടാ. അഭിമന്യു സൗണ്ട് ഇല്ലടാ. യെസ് മക്കളെ, അപ്പൊ വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? അഭിമന്യോട് സൗണ്ട് ഇല്ല. മക്കളെല്ലാവർക്കും അപ്പൊ എക്സിക്യൂട്ടേഴ്സോ അല്ലെങ്കിൽ മരിച്ച ആളുടെയോ അല്ലെങ്കിൽ റിട്ടയർ ആയാളുടെ അക്കൗണ്ട് മാത്രം, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണ്ടേ കേട്ടോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ്. നമുക്ക് ഇനി അടുത്തൊരു ഡിസൊല്യൂഷൻ അല്ലേ സാറേ? കാണിച്ചു. അഡ്ജസ്റ്റ്മെന്റ് കാണിച്ച് ചെയ്തു. നമ്മുടെ അരുൺ സാറ് കുറെ നേരം അവിടെ വന്നിരിക്കും. എനിക്ക് സാറേ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് കുറെ നേരം ഇരിക്കുന്നത്. ഞാൻ കൊടുക്കുന്നേ ഇല്ല. കുറെ നേരം വെയിറ്റ് ചെയ്ത് സാർ ഇപ്പത്തരും വെച്ചിട്ട്. ഓക്കെ മക്കളെ, നോക്കാം. ഞാൻ ക്ലാസ് ചോദിച്ചു മേടിച്ചല്ല കേട്ടോ. ഞാൻ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ പുള്ളി അങ്ങോട്ട് പോയതാ. ഓക്കെ, അത് നോക്കാം. ഇതാ ക്വസ്റ്റ്യൻ കേട്ടോ, ഡിസ്ട്രിബ്യൂഷന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, A and B are partners sharing profit and loss accordance with their capital ആണ് കേട്ടോ. അപ്പൊ എയും ബിയും ആണ് പാർട്ട്നേഴ്സ്. റേഷ്യോ പറയുന്നില്ല, അവരെന്താ പറയണേ? റേഷ്യോ അവരുടെ ക്യാപിറ്റലിന്റെ ബേസിലാണ് കേട്ടോ. അപ്പൊ നോക്കാം, ക്യാപിറ്റൽ താഴെ നോക്കിയ റേഷ്യോ എഴുതിട്ട് പോവാം അല്ലേ? ക്യാപിറ്റൽ നോക്കിയേ, എയുടെ 12,000, ബിയുടെ 8,000. അപ്പൊ റേഷ്യോ ക്രിയേറ്റ് ചെയ്യാം. 12,000:8,000 അല്ലെ? അപ്പൊ ആദ്യം ചെയ്യാം, 0 ഒന്ന് കളയാം കേട്ടോ. 3 0 വെച്ച് കളയാലോ. അപ്പൊ എന്താവും? 12:8 ആക്കി. എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ, ചെറുതാക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം? 6 4 ഒന്നൊരു ചെറുതാക്കാം. 3:2 വരും കേട്ടോ. 3:2 ഇനി ചെറുതാവില്ല അല്ലെ? ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. 3:2 ആണ് കേട്ടോ. അപ്പൊ റേഷ്യോ കിട്ടിയല്ലോ, 3:2 ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് റേഷ്യോ പറയുന്നില്ല. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ ബേസ് എന്ത് ചെയ്യണം? നമ്മുടെ റേഷ്യോ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ 3 0 അങ്ങോട്ട് കളയുമ്പോൾ ഒന്നുകൂടി ചെറുതാവും. പിന്നെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇനി എന്തൊക്കെ നോക്കിയേ, ദെയർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2021 പറയുന്നുണ്ട് കേട്ടോ. 2021 ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട്. അസറ്റ് സൈഡിൽ ബാങ്ക്, സ്റ്റോക്ക്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാപിറ്റൽ ബാലൻസ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാം കേട്ടോ. നോക്കാം. The firm was dissolved on 31st March 2022 അല്ലെ? അപ്പൊ എന്താണ്? ഈ കമ്പനി ഡിസോൾവ് ചെയ്തിട്ട് കമ്പനി അടച്ച് പൂട്ടുകയാണ് കേട്ടോ. അപ്പൊ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. നോക്കിയേ, ദി അസറ്റ്സ് ആർ റിയലൈസ്ഡ്. ഡെറ്റേഴ്സ് 8,500, ഡെറ്റേഴ്സ് വിറ്റ് കിട്ടിയ എമൗണ്ട് ആണ്. സ്റ്റോക്ക് 7,000, ഫർണിച്ചർ 9,000. ക്രെഡിറ്റേഴ്സ് വെയർ പെയ്ഡ് ₹8,000 ഫുൾ സെറ്റിൽമെന്റ് കേട്ടോ. ക്രെഡിറ്റേഴ്സ് 8,000 ഫുൾ സെറ്റിൽമെന്റ് സെറ്റിൽ ചെയ്തു. പിന്നെ നെക്സ്റ്റ് വൺ എക്സ്പെൻസ് ഓർ റിയലൈസേഷൻ ആണ് 500. സിമ്പിൾ ഐറ്റംസ് ആണ് കേട്ടോ, അത്രേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ ചെയ്യണം. പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം? റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാം, ഇങ്ങനെ അറിയാലോ. അപ്പൊ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. സാറേ ക്വസ്റ്റ്യൻ ചെറുതാക്കി കേട്ടോ. മറ്റേത് ബാങ്ക് ചെറുതാക്കിയാൽ മതി. അതൊന്ന് ചെറുതാക്കിയാൽ മതി. അപ്പൊ ഇവിടെ വരക്കാം കേട്ടോ. എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? സാറേ വിളിച്ചതൊക്കെ ചോദിച്ചു നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാൻ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? പറഞ്ഞ തേജസ് എന്ത് ചെയ്യണം? തേജസ് നമ്മള് അവിടെ കാണിച്ചോ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എടുത്തതോ അല്ലെ? ഏതൊക്കെ അസറ്റ് സൈഡിൽ ഏതാ എടുക്കാൻ പാടില്ലാത്ത ഐറ്റം എന്ന് പറയണോ? ഒന്ന് പറഞ്ഞേ, ഏത് ഐറ്റംസ് എടുക്കാൻ പാടില്ല? ബാങ്ക് അല്ല, ക്യാഷ് അല്ലെ? അത് എടുക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് ചെറുതായിരിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം അസറ്റ്സ് ഒക്കെ അത് ഡെബിറ്റ് സൈഡിലേക്ക് എത്തിക്കും കേട്ടോ. അപ്പൊ എന്തെടുക്കാൻ പാടില്ല? ബാങ്ക് എടുക്കുക. ബാക്കി എന്തൊക്കെ എടുക്കാം? സ്റ്റോക്ക് എടുക്കാം അല്ലെ? എന്ത് ഡ്രസ്സായിട്ടിരിക്കണത്? എന്താ അങ്ങനെ? പുതിയ കുപ്പായാണോ? കൊള്ളാലോ. സ്റ്റോക്ക് എത്ര എമൗണ്ട്? എത്രയാണ് സ്റ്റോക്ക്? 8,000 അല്ലേ? സ്റ്റോക്ക് 8,000. നെക്സ്റ്റ് ഐറ്റം സാറേ വിളിച്ചോ.
അഭിജിത്ത്. ഏതാ അഭിജിത്ത്? അടുത്ത ഐറ്റം ഏതാ അഭിജിത്തെ? സ്റ്റോക്ക് കഴിഞ്ഞാല് ഫർണിച്ചർ അല്ലേ? എത്ര എമൗണ്ട്? 7,000. ആ നെക്സ്റ്റ് ഡെറ്റേഴ്സ് എടുക്കാമല്ലോ. ഡെറ്റേഴ്സ് എടുക്കുക. എത്ര എമൗണ്ട് പറയണേ? 10,000. അപ്പോ അസറ്റ് സൈഡിൽ ക്യാഷ് എടുക്കുന്നത് കേട്ടോ. ക്യാഷ് ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാം? നേരെ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ആ ഇനി ലയബിലിറ്റി സൈഡിൽ എന്തെടുക്കാം? നമുക്ക് ക്യാപിറ്റൽ ബാലൻസ്, ക്യാപിറ്റല്, റിസർവ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യരുത്? എടുക്കരുത്. ഈ ക്വസ്റ്റ്യൻ അതൊന്നും ഇല്ല ഭാഗ്യത്തിന്. ഒരു ഐറ്റം മാത്രം എടുക്കാൻ പറ്റും. അതാണ് ക്രെഡിറ്റേഴ്സ് അല്ലേ? ക്യാപിറ്റൽ എടുക്കരുത്, ബാക്കി ക്രെഡിറ്റേഴ്സ് അല്ലേ കേട്ടോ. ക്രെഡിറ്റേഴ്സ് എഴുതുക. ക്രെഡിറ്റേഴ്സ് എത്ര എമൗണ്ട്? 10,000 ആണ് കേട്ടോ. 1,000 ആണല്ലേ? ഓക്കെ, ക്രെഡിറ്റേഴ്സ് 1,000 ആണ് കേട്ടോ. ഓക്കെ, ക്രെഡിറ്റേഴ്സ് 1,000 ആണ്. 1,000. ഓക്കെ അല്ലേ? വേറെ ഒന്നും എടുക്കുന്നത് കേട്ടോ. ഇനി എന്ത് അറിയാമോ? ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ അസറ്റും ഇല്ലേ, ഈ ഓരോ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം കേട്ടോ. റിയലൈസ് ചെയ്യണം. ഈ റിയലൈസ് ചെയ്യുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റോക്ക് അല്ലേ? അപ്പൊ സ്റ്റോക്കിനെ കുറിച്ച് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ എഴുതിക്കോ കേട്ടോ. ബൈ ക്യാഷ് എഴുതുന്നുണ്ട്, ബ്രാക്കറ്റ് സ്റ്റോക്ക് കേട്ടോ. ക്യാഷ് സ്റ്റോക്ക് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചേ. അവിടെ പറയുന്നുണ്ട് ജസ്റ്റ് സ്റ്റോക്കിന്റെ എമൗണ്ട് എത്ര നോക്കി. അവിടെ സ്റ്റോക്കത്തിന് 7,000 അല്ലേ? 7,000 ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യാ? സ്റ്റോക്ക് എഴുതിക്കോ കേട്ടോ. 7,000 7,000. അപ്പൊ സ്റ്റോക്ക് വിറ്റ് കേട്ടോ. സ്റ്റോക്ക് സെയിൽ ചെയ്ത് പോയി. ക്രെഡിറ്റേഴ്സ് 10,000 തന്നെയാണോ സാർ? ഒന്ന് കാണിച്ചേ. 1,000 10,000 ആണോ? 10,000 ആണല്ലേ? ഓക്കെ, ശരിയായിരുന്നു. 10,000. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് സെയിൽ ചെയ്ത് കേട്ടോ. നെക്സ്റ്റ് ഫർണിച്ചർ ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ എഴുതുക കേട്ടോ? ബൈ ക്യാഷ് തന്നെ എഴുതുക. അതിന്റെ ബ്രാക്കറ്റ് ഫർണിച്ചർ കേട്ടോ. ഫർണിച്ചർ സെയിൽ ചെയ്യുന്ന എമൗണ്ട് ആണ്. എമൗണ്ട് ഇവിടെ ഉണ്ടാകും. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് സാറേ. അഡ്ജസ്റ്റ്മെന്റ് കാണിച്ച് എത്ര ഫർണിച്ചർ ഇറക്കണേ? 8,000 അല്ലേ? 9,000 ആണല്ലേ? ചെറുതായിക്കോട്ടെ കാണുന്നത് ശരിക്കും. 9,000 ആണ് കേട്ടോ. ഫർണിച്ചർ 9,000. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് മക്കളെ നിങ്ങൾ അവിടെ നിന്ന് കാണുന്നതല്ല കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ട് കേട്ടോ. കണ്ണ് കാണാത്ത കൊണ്ടല്ല കേട്ടോ, ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറുതാക്കുമ്പോഴേ. നോർമൽ 28 ആണ് ഫോണ്ട് സൈസ്. ഇതിപ്പോ ഇത് ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. ഇങ്ങനെ ആക്കിത്താ സാറേ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ഡെറ്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഇത് കേട്ടോ, ബൈ ക്യാഷ്. അതിന്റെ ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? ഡെറ്റേഴ്സ് കണ്ടോ? ഡെറ്റേഴ്സ് എത്ര എമൗണ്ട് നോക്കി? എത്ര പറയാം? ഡെറ്റേഴ്സ് 8,500 ഉണ്ടോ? 8,000 അതല്ലേ? ആണ് 8,500. ഓക്കെ അല്ലേ? ഓക്കെ, 3 അസറ്റ് ഉണ്ട്. 3 നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു കേട്ടോ. 9,000 കേട്ടോ. 3 സെയിൽ ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യണം? ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിയേ, അപ്പൊ ഇത് 3 കഴിഞ്ഞു. ഓക്കെ, ഇനി ലയബിലിറ്റീസ് എന്തുണ്ട്? ക്രെഡിറ്റേഴ്സ് ഇല്ലേ? അത് ഓപ്പോസിറ്റ് ചെയ്ത് കേട്ടോ. സാർ ചിരി കേട്ടോ. അപ്പൊ 2 ക്യാഷ് കേട്ടോ. 2 ക്യാഷ് ബ്രാക്കറ്റ് ക്രെഡിറ്റേഴ്സ് ആണ് കേട്ടോ. ക്രെഡിറ്റേഴ്സ് നമ്മൾ പേ ഓഫ് ചെയ്യാൻ പോവാണ്. എന്താ നോക്കി? ക്രെഡിറ്റേഴ്സ് ഒരു പറയുന്നത് നോക്കി. ചിരിപ്പിക്കല്ലേ? ക്രെഡിറ്റേഴ്സ് വേർ പെയ്ഡ് ₹8,000 ഇൻ ഫുൾ സെറ്റിൽമെന്റ് കേട്ടോ. ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തു? 8,000 rupees ഫുൾ സെറ്റിൽ ചെയ്തു കേട്ടോ. ആകെ 10,000 ഉണ്ടായിരുന്നു. 8,000 കൊടുത്ത് എന്ത് ചെയ്തു? ഫുൾ സെറ്റിൽ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? 8,000 ചെയ്താൽ മതി കേട്ടോ. ഡിസ്കൗണ്ട് ഒന്നും നോക്കണ്ട. ഡിസ്കൗണ്ട് 2,000 rupees ഉണ്ട്, പക്ഷെ അതൊന്നും നോക്കണ്ട. എത്ര രൂപ കൊടുത്താണോ ഫുൾ സെറ്റിൽ ചെയ്തത് ആ എമൗണ്ട് കാണിച്ചാൽ 8,000 കാണിച്ചാൽ മതി. ഓക്കെ, ഇനി ഒന്നേ ഉള്ളൂ. ഇത് ഒന്നേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇതില്ലേ, ഇത് കൂടാതെ താഴെ അഡ്ജസ്റ്റ്മെന്റ് നോക്കിയ ഒരു ഐറ്റം പറയുന്നില്ലേ? നോക്കി എന്താണ്? എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ എമൗണ്ട് ₹500. അത് നമ്മൾ എന്ത് കമ്പനി പേ ഓഫ് ചെയ്യും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? അതൊരു കാണിക്കുക കേട്ടോ. 2 ക്യാഷ് ബ്രാക്കറ്റില് റിയലൈസേഷൻ എക്സ്പെൻസ് എത്ര എമൗണ്ടാ പറയണേ? 500 കേട്ടോ. അതുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോ കമ്പനി പേ ഓഫ് ചെയ്യുമ്പോഴാണ് 2 ക്യാഷ് കാണിക്കുക. അപ്പൊ പകരം ഒരു പാർട്ണർ ആണെങ്കിൽ എന്ത് ചെയ്യണം? 2 ആ പാർട്ണറിന്റെ പേര്. ഇപ്പൊ 2A ആണെങ്കിൽ എസ് ക്യാപിറ്റൽ. ഈ ബി ആണ് പേ ഓഫ് ചെയ്യുന്നതെങ്കിൽ 2B's ക്യാപിറ്റൽ അങ്ങനെ കാണിക്കുക കേട്ടോ. അതുപോലെ ഇവിടെ അസറ്റ് കമ്പനി സെയിൽ ചെയ്യുന്നതിന് പകരം പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ബൈ ക്യാഷ് എന്ന് കാണിക്കരുത്. പകരം ഏത് പാർട്ണറാണോ ടേക്ക് ഓവർ ചെയ്ത് ആ പാർട്ണറിന്റെ പേര് കാണിക്കുക കേട്ടോ. ഇപ്പൊ എ എന്ന് പറയുന്ന പാർട്ണർ ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? ബൈ എസ് ക്യാപിറ്റൽ എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഫർണിച്ചറിന്റെ എമൗണ്ട് കാണിക്കുക കേട്ടോ. അത് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാം പോസ്റ്റ് ചെയ്തല്ലോ. അസറ്റ്സ് എല്ലാം എഴുതി, ലയബിലിറ്റീസ് എഴുതി, അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് എഴുതി, ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്ത എമൗണ്ട് എഴുതി, പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസും എഴുതി കേട്ടോ. എല്ലാം കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം കേട്ടോ. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് ബാലൻസ് ചെയ്തേ. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടോ? ഒന്ന് അഡ്രസ് ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡ് നോക്കാം കേട്ടോ. 10,000, 7,000, 9,000, 8,500, 34,500 കേട്ടോ. ഇവിടെ 34,500 കേട്ടോ.
34,500. ഇവിടെ കൂടി നോക്കാം നമുക്ക്. 8,000 നോക്കിയിട്ട് 7,000, 10,000, 8,500, 33,500 ആണ് കേട്ടോ വരിക. 33,500. അപ്പോൾ ഇവിടെ കുറവാണല്ലേ. അപ്പോൾ എത്ര വരിക എമൗണ്ട് ഡിഫറൻസ് എത്ര വരിക? 1,000 വരും. 1,000 ആയിട്ട് വന്നേ കിട്ടിയോ 1,000? ഓക്കെ 1,000 പ്രോഫിറ്റ് ആണ് കേട്ടോ. ഇവിടെ ഈ സാധ്യത അപ്പോൾ പ്രോഫിറ്റ് ആണ് കേട്ടോ 1,000. ഇത് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്യണം കേട്ടോ. പാർട്ട്നേഴ്സ് ആരൊക്കെയായിരുന്നു? സാർ കാണിച്ചേ പാർട്ട്നേഴ്സ് ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്ലൈഡ് എ ആൻഡ് ബി ആണല്ലേ. അപ്പോൾ റേഷ്യോ 3:2 അല്ലേ? റേഷ്യോ 3:2 ആണ് കേട്ടോ. അപ്പോൾ എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ എത്ര ചോദിച്ചു നോക്കിയാൽ നമ്മുടെ അഫ്നാൻ ഒരുപാട് നേരത്തെ കൈവീശ് കാണിക്കുന്നത്. എത്ര കിട്ടി അഫ്നാനെ? എക്ക് എത്ര കിട്ടി? അമ്പോ എക്ക് 600, ബിക്ക് 400. +1 ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നല്ലായിരുന്നു. വെരി ഗുഡ്. അന്നും കാണിച്ചായിരുന്നു, കഴിഞ്ഞ വർഷം കാണിച്ചായിരുന്നു. ഓക്കെ ഇനി എന്ത് ചെയ്യാം? അപ്പൊ ഇത് കഴിഞ്ഞല്ലോ. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് വേണം, ബാങ്ക് അക്കൗണ്ട് വേണം. ഓക്കെ അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം. സാറേ കുറച്ച് മാറ്റിക്കോട്ടെ. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ മതി. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ പോവാണേ. രണ്ട് പാർട്ട്നേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ പർട്ടിക്കുലേഴ്സ് എ ബി, ഇവിടെ പർട്ടിക്കുലേഴ്സ് എ ബി കേട്ടോ. 2 പേരേ ഉള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്ന പോലെ ക്യാപിറ്റൽ ബാലൻസ് ആദ്യം എഴുതുക കേട്ടോ. ക്യാപിറ്റൽ ബാലൻസ് ആദ്യം എഴുതുക. അപ്പോൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ക്യാപിറ്റൽ ബാലൻസ് എവിടെ ഉണ്ടാവും? ബാലൻസ് ഷീറ്റ് ഉണ്ടാവും കേട്ടോ. എത്രയാണ്? എക്ക് എത്രയായിരുന്നു? 12,000 അല്ലേ? എയുടെ എമൗണ്ട് 12,000, ബിയുടെ എമൗണ്ട് 8,000 ആയിരുന്നു കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ ആദ്യം എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം റിയലൈസേഷൻ പ്രോഫിറ്റ് ഇല്ലേ? ഇത് ട്രാൻസ്ഫർ ഇവിടെ ഡെബിറ്റ് സൈഡ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ട് പോകുമ്പോൾ വരും ക്രെഡിറ്റ് സൈഡ് വരും കേട്ടോ. ബൈ റിയലൈസേഷൻ എത്ര എമൗണ്ട്? എക്ക് 6,600, ബി 400 കേട്ടോ. ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ കേട്ടാ. വേറെ ഒന്നുമില്ലല്ലോ. 2 ഐറ്റം മാത്രമല്ലേ ഉള്ളൂ. ബാലൻസും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇവിടെ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് അല്ലേ ഇത്. പാർട്ട്നേഴ്സ് ഒന്നും ടേക്ക് ഓവർ ചെയ്യുന്നില്ല, ഒന്നും ഡിസ്ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സ് അക്കൗണ്ട് വേറെ ഒന്നും വരില്ല. ഇത് 2 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ബാലൻസ് കാണിക്കാം സാർ. ഇത് കാണിച്ചു ഫസ്റ്റ് സൈഡ് കാണിച്ചേ. ഒരു മിനിറ്റ്, ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ട് ഒരാൾ. 5,000 ആണ് കേട്ടോ ബാങ്ക് ബാലൻസ്. ഓക്കെ ഇനി ബാലൻസ് ചെയ്യാം കേട്ടോ. അത് ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 8,400 അല്ലേ? 8,400. ഇത് 12,600 ആണ് കേട്ടോ വരിക. 2 ഐറ്റം ഉള്ളൂ. 12,600, 8,400 കേട്ടോ. ടു ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ആണ്. 2 സെയിം ആണ് കേട്ടോ. 12,600, 8,400. ഓക്കെ ഇനി ബാങ്ക് അക്കൗണ്ട് ഇറക്കാമല്ലോ. ബാങ്ക് അക്കൗണ്ട് ലാസ്റ്റ് അക്കൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇറക്കാൻ പോവാണ്. ആദ്യം റെസീറ്റ് പേയ്മെന്റ്സ് കേട്ടോ. ഓക്കെ ആദ്യം ബാങ്ക് ബാലൻസ് ചെയ്താ കേട്ടോ. നമ്മൾ നേരത്തെ ബാങ്ക് എടുക്കരുതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ബാലൻസ് ചെയ്തോ കേട്ടോ. ഡെബിറ്റ് ചെയ്തുക. ടു ബാലൻസ് ബ്രോ ഡൗൺ. എത്രയാണ് ബാങ്ക് ബാലൻസ്? 5,000 ആണ് കേട്ടോ. ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട് 5,000 പറയുന്നുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് അറിയാമോ? ഇവിടെ എവിടെയൊക്കെ ക്യാഷ് ഉണ്ടോ അതെല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. ക്രെഡിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ എവിടെയൊക്കെ ക്രെഡിറ്റ്സിൽ എവിടെയൊക്കെ ക്യാഷ് ഉണ്ടോ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ അല്ലേ ടു റിയലൈസേഷൻ. എന്താ അവിടെ സ്റ്റോക്കിന്റെ എമൗണ്ട് ചെയ്താൽ പോകണ്ട. സ്റ്റോക്ക് 7,000 കേട്ടോ. ക്യാഷ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ക്യാഷ് തരുന്നുണ്ട് കേട്ടോ. ടു റിയലൈസേഷൻ എന്ത് ചെയ്യുക? സ്റ്റോക്കിന്റെ എമൗണ്ട് 7,000. അടുത്തത് കേട്ടോ ടു റിയലൈസേഷൻ എന്താണ്? ഫർണിച്ചർ അല്ലേ? ഫർണിച്ചർ 9,000. പിന്നെ ടു റിയലൈസേഷൻ ഡെറ്റേഴ്സ് 8,500 കണ്ടോ. ക്രെഡിറ്റ് സൈഡിലുള്ള എല്ലാ ക്യാഷും എന്ത് ചെയ്യുക? ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്തോ കേട്ടോ. പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിയലൈസ് ഏത് അക്കൗണ്ട്? ഈ അക്കൗണ്ടില്ല വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ അക്കൗണ്ടിൽ പേര് ചെയ്ത് കേട്ടോ. റിയലൈസേഷൻ ചെയ്താൽ മതി. ഇനി ഡെബിറ്റ് സൈഡിലൊക്കെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അവിടെ
ബൈ ക്യാഷ് ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ? ക്രെഡിറ്റേഴ്സ് 8,000 ഉണ്ട് അല്ലേ? ബൈ ക്യാഷ് റിയലൈസേഷൻ എക്സ്പെൻസ് ആണ് കേട്ടോ 500 ഉണ്ടോ? 500 ഓക്കെ. ഇനി നമ്മളിവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്തില്ലേ? അപ്പൊ രണ്ടുപേർക്ക് ഡെബിറ്റ് സൈഡ് അല്ലേ എമൗണ്ട് വന്നത്? അത് എന്ത് ചെയ്യുക? അത് നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ബൈ സോറി ബൈ റിയലൈസേഷൻ ഓക്കെ. ബൈ എസ് ക്യാപിറ്റൽ എത്ര? എസ് ക്യാപിറ്റൽ എമൗണ്ട് 12,600. ബിയുടെ എമൗണ്ട് എത്ര? 8,400 അല്ലേ? ബൈ ബീസ് ക്യാപിറ്റൽ 8,400. ഓക്കെ അല്ലേ? എല്ലാം പോസ്റ്റ് ചെയ്തല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 ക്യാഷ് ഉണ്ട് അല്ലേ? അതെന്ത് ചെയ്യുക? നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്തു. ഇനി അത് ബാലൻസ് ചെയ്ത് നോക്കിയേ, ടാലി ആവും കേട്ടോ. നോക്കാം എത്രയൊക്കെ വന്നിട്ടുണ്ട്. 8,000 പ്ലസ് 500 പ്ലസ് 12,600 പ്ലസ് 8,400 കേട്ടോ. 29,500 കേട്ടോ. 29,500. ഡെബിറ്റ് സൈഡ് നോക്കാം. 5,000 7,000 9,000 8,500 29,500 കേട്ടോ. ടാലി ആയല്ലോ. 20 സ്പേസ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇവിടെ കേട്ടോ 20 ഇത് വരും കേട്ടോ എമൗണ്ട് രണ്ട് സൈഡിലും 29,500 കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ടത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. വേഗം 2-3 ഐറ്റംസ് എക്സ്ട്രാ ചോദിക്കും കേട്ടോ. ഡൗട്ടാണ് സാർ അവിടെ? സനയ്ക്ക് ചോദിക്കും. സന എവിടെ ഡൗട്ട്? മോളെ അത് ഇങ്ങനെ നോക്കിയത് അത് ഈ ഇത് വെച്ച് പഠിക്കുക കേട്ടോ. ഈ റിയലൈസേഷൻ അക്കൗണ്ട് എവിടെ എഴുതുക? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പൊ റിയലൈസേഷൻ എക്സ്പെൻസ് ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ എവിടെ എഴുതുക നമ്മള്? ഇല്ല, ഡെബിറ്റ് സൈഡ് ആണ്. ക്രെഡിറ്റ് സൈഡ് അസറ്റ് ഒക്കെ വിറ്റല്ലോ. അപ്പൊ ഇത് ടേക്ക് ഓവർ നാട്ടി ഇവിടെ എഴുതും. ഡെബിറ്റ് സൈഡ് എഴുതും. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡ് എഴുതണം. അങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ ഡെബിറ്റ് ഉള്ളതെല്ലാം ഇവിടെ ക്രെഡിറ്റ്, ഇവിടെ ക്രെഡിറ്റ് ഉള്ളതൊക്കെ എല്ലാം ഇവിടെ ഡെബിറ്റ്. എല്ലാം ഓപ്പോസിറ്റ് ആണ് കേട്ടോ. മനസ്സിലായില്ലേ? ഒരു പാർട്ണർ എക്സ്പെൻസ് പേ ഓഫ് ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എഴുതണം. ഈ എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കണം ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം കേട്ടോ. ഇനി ഒരു പാർട്ണർ അസറ്റ് ടേക്ക് ഓവർ ചെയ്താൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്, അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെയോ ഡെബിറ്റ് സൈഡ് കേട്ടോ. അങ്ങനെ പഠിച്ചു കേട്ടോ. ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. ഒരിക്കൽ സൈഡ് ചെയ്ത് വെച്ചോ. ടേക്ക് ഓവർ ചെയ്യുമ്പോൾ റിയലൈസേഷൻ ക്രെഡിറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ റിയലൈസേഷൻ ഡെബിറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കേട്ടോ. അങ്ങനെ എഴുതിക്കോ. പറയാം അമൽ ദാസേ. ഡിസൊല്യൂഷൻ ആണ്. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ അങ്ങനെ വരാറുള്ള കേട്ടോ. അത് അഡ്മിഷൻ റിട്ടയർമെന്റ് ഒക്കെ ആണ് കേട്ടോ. അത് റീവാലുവേഷൻ അക്കൗണ്ടാ. രണ്ട് ചോദിക്കാം. അത് ഓർ ക്വസ്റ്റ്യൻ ആ. ഒന്നുകിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ അഡ്മിഷൻ, അല്ലെങ്കിൽ റിട്ടയർമെന്റ്, അല്ലെങ്കിൽ ഡെത്ത്. ആ ക്വസ്റ്റ്യൻ വരും കേട്ടോ. മാറി വരും. ഏതാണോ സൗകര്യം അത് ചെയ്യുക. ഇതാണ് കുറച്ച് സിമ്പിൾ എനിക്ക് തോന്നുന്നില്ല. അഡ്മിഷനേക്കാളും കുറച്ച് സിമ്പിൾ ഇതാ. നിങ്ങൾക്ക് അവിടത്തേക്ക് ഓരോ പ്രിഫറൻസ് ഉണ്ടാവും, ഓരോ ചോയ്സ് ഉണ്ടാവും. നിങ്ങൾ അതനുസരിച്ച് ചെയ്താൽ മതി. അതെ എസ് എ ക്വസ്റ്റ്യൻ, ഓർ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചേ. റോൾസ് റോയ്സിനെ വിളിച്ചേ. ഏതാ 5,000? ഇത് ബാങ്കിന്റെ ബാലൻസ് ആണ്. ആ ബാലൻസ് ഷീറ്റ് നോക്കിയേ. ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് നോക്കിയേ. സാറേ ബാലൻസ് ഷീറ്റ് കാണിച്ചേ. ഇതിപ്പോ കാണിക്കാം. കാണിച്ചിട്ട് ഞാൻ പോകുള്ളൂ. അതെ കണ്ടതേ സാറേ. ഇത് കാണുന്നില്ലേ? ഇത് ബ്ലാങ്ക് ആക്കി കണ്ടോ? അവന് കാണാം. കണ്ടത് എവിടെയാണ്? ബാങ്ക് 5,000 ഇതാട്ടോ. അത് ബാങ്കിന്റെ ഓപ്പണിംഗ്. അത് നമ്മൾ എവിടെ എടുത്തില്ലല്ലോ. ബാങ്ക് മാറ്റിയ സ്റ്റോക്ക് എല്ലാം എടുത്ത് നമ്മള്. ബാങ്ക് എടുക്കരുത് ഞാൻ പറഞ്ഞില്ലേ. ആ ബാങ്ക് അവിടെ എടുക്കാനുള്ളതാണ്. അത് ബാങ്ക് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എടുക്കാതിരുന്നത് കേട്ടോ. സ്റ്റോക്ക് അല്ലേ ഇവിടെ എടുത്തത്. അതുകൊണ്ടാണ്.
ചോദിക്കൂ സന പോയില്ലേ ഇത്? ആ അപ്പൊ എന്തോരും എൻട്രി എന്തോരും ഇത് എൻട്രി ചെയ്താലോ ഒന്ന് കാണാപ്പാടം പഠിക്കണ്ടേ, എല്ലാ എൻട്രി എല്ലാ അക്കൗണ്ടിൽ നിന്ന് പഠിക്കാം. എന്താ എൻട്രി എന്തോരും റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു സ്റ്റോക്ക്, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ. റീവാലുവേഷൻ ഇത് പോയി പറഞ്ഞാൽ മതി, അക്കൗണ്ട് പഠിച്ചിട്ട് അക്കൗണ്ട് ഇത് പറഞ്ഞാൽ മതി. കാണാപ്പാടം ഒന്നും പഠിക്കണ്ട, കാണാപ്പാടം പഠിച്ചാൽ മറന്നു പോകും. കാണാപ്പാടം പഠിക്കും, ബൈ ഹാർട്ട് ചെയ്യേണ്ട. അക്കൗണ്ട് പഠിച്ചിട്ട് അക്കൗണ്ടിൽ നിന്ന് എൻട്രി പറയാൻ പഠിക്കുക ആദ്യം. പോയോ? റേഞ്ച് പോയോ? ഔട്ട് കംപ്ലീറ്റ്ലി പോയി. അമൽകൃഷ്ണനെ വിളിക്കൂ. ചോദിച്ചു അമൽകൃഷ്ണ. ആ ഈ ക്വസ്റ്റ്യനിലോ ഇവിടെ റേഷ്യോ ഉണ്ടല്ലോ. റേഷ്യോ പറയുന്നില്ല, പകരം എന്താ പറഞ്ഞ ക്യാപിറ്റലിന്റെ ബേസ് റേഷ്യോ. ക്യാപിറ്റൽ എയും ബിയും ഉണ്ട്. ക്യാപിറ്റൽസ് 12,000-ഉം 8,000-ഉം ആയിരുന്നു. ഇത് വെച്ചുകൊണ്ട് റേഷ്യോ ഉണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം 3 0 കളയില്ല, അപ്പൊ ഒന്ന് ചെറുതാകും അല്ലേ. 3 0 കളഞ്ഞു, ഇപ്പൊ എന്തായി 12:8 ചെറുതാക്കാൻ 2 ലെവലിൽ പോകും അല്ലേ. 6 2 12, 4 2 8. ഒന്നും ചെറുതാക്കാം അല്ലേ. 3 2 6, 2 2 4. ഈ ചെറുതാക്കാൻ പറ്റില്ല, അപ്പൊ 3:2 ആണ് റേഷ്യോ. ഇല്ല, അത് ഒന്നും പറയാത്തപ്പോഴാണ് ഈക്വല്. ഇവിടെ പറയുന്നില്ലേ, ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ റേഷ്യോ ഒന്നും പറയാതിരിക്കുന്നില്ല, പകരം എന്ത് പറയുന്നുണ്ട്, റേഷ്യോ ഇൻ അക്കോർഡൻസ് വിത്ത് ദർ ക്യാപിറ്റൽ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ക്യാപിറ്റലിന്റെ ഫോർമാറ്റിലാണ് റേഷ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നും പറയുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈക്വൽ എടുക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഈക്വൽ എടുത്താൽ തെറ്റിപ്പോവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കില്ല. അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് എടുക്കരുത്. ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക കേട്ടോ. അതൊക്കെ ഇപ്പോഴാണ് ചോദിക്കണേ. ഇപ്പോഴേക്ക് ഓർമ്മ വന്നത് അല്ലേ. ചോദിച്ചു. പറഞ്ഞു കേട്ടോ. ഡൗട്ടൊക്കെ ഉണ്ട് എവിടെ ഇത് വെക്ക് സൈഡില്, ഞാൻ ചോദിക്കും പറഞ്ഞുതരാം. മക്കളെ നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ട്. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ട്, അത് എടുത്ത് പറയാം കേട്ടോ. ചോദിക്കാം അമൽദാസേ. ഡൗട്ട് ഉണ്ടോ? റേസ് ചെയ്തിട്ടുണ്ടല്ലോ അമൽദാസ്. സന എൻട്രി അല്ലേ നമ്മൾ ചോദിച്ചത്. എൻട്രി ചെയ്താലേ. എൻട്രി ഒന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഈ അക്കൗണ്ട് നോക്കി എൻട്രി പറയാൻ സിമ്പിൾ ആണ്. നോക്കി, ഇപ്പൊ ഇത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് സൈഡ് ഐറ്റംസ് നോക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് അറിയാമോ, ആദ്യം അക്കൗണ്ടിന്റെ പേര് പിന്നെ ഐറ്റംസ് പറയാം. അപ്പൊ എങ്ങനെ പറയാം, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക്, അടുത്തത് പറയും റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. ഇവിടെ കോമ്പൗണ്ട് ചെയ്താട്ടോ, ഒരുമിച്ച് ചെയ്ത് പോകാട്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് ടു സ്റ്റോക്ക് ടു ഫർണിച്ചർ കോമ്പൗണ്ട് ചെയ്ത് പോകാം. കോമ്പൗണ്ട് അറിയില്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്താ കേട്ടോ. അപ്പൊ റിയലൈസേഷൻ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യണം, ആദ്യം അക്കൗണ്ട് പിന്നെ ഐറ്റംസ് കേട്ടോ. അത് സെയിമാ, റിവാലുവേഷൻ അക്കൗണ്ട് സെയിമാ. അപ്പൊ ഇവിടെ കാണിക്കാം, റിവാലുവേഷൻ കാണിക്കും. ഇപ്പൊ ഇത് മാറ്റി കാണിക്കാം. ഒരു ക്വസ്റ്റ്യൻ റിവാലുവേഷൻ അക്കൗണ്ടിൽ സെയിം ഇങ്ങനെ പഠിച്ച് പറഞ്ഞാൽ മതി. സെയിം തന്നെ. ഇപ്പൊ അതെ ഇപ്പൊ ഇത് റിവാലുവേഷൻ അക്കൗണ്ട് നോക്കാം. റിവാലുവേഷൻ അക്കൗണ്ട് ഇപ്പൊ സ്റ്റോക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതിന്റെ എമൗണ്ട് എഴുതി. ബിൽഡിങ്ങിന്റെ എമൗണ്ട് എഴുതി. പിന്നെ എന്താണ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, പിന്നെ ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി, അൺറെക്കോർഡഡ് ക്രെഡിറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ. ഇങ്ങനെ ഐറ്റംസ് എഴുതി. എങ്ങനെ എന്ത് പറയാൻ പറ്റും, ഡെബിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അക്കൗണ്ടിന്റെ പേര് പിന്നെ ഐറ്റം. എന്ത് പറയും, റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക്. നെക്സ്റ്റ് എന്താണ്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അൺറെക്കോർഡഡ് ക്രെഡിറ്റർ. കണ്ടോ. ഇനി ക്രെഡിറ്റ് സൈഡ് എന്ത് ചെയ്യണം, ആദ്യം ഐറ്റം പിന്നെ അക്കൗണ്ട്. അപ്പൊ ഇങ്ങനെ വരും, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അങ്ങനെ എഴുതണം. കണ്ടോ. അപ്പൊ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണ്ട, അക്കൗണ്ട് ചെയ്തിട്ട് അക്കൗണ്ടിൽ എൻട്രി പറയാൻ പറ്റണം. ഇവിടെ പോയിട്ട് ഇവിടെ നോക്കിയാണ്ടോ, ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഇതും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ, അല്ലെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇവിടെ ക്യാഷ് ഓഫ് രണ്ടും എഴുതാം, ബ്രാക്കറ്റ് കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ.
സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഡൗട്ട് ഉള്ളവർ നിൽക്കുക, ബാക്കിയുള്ളവർക്ക് പോവാം. നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. 6 to 7:30 യു വിൽ ഹാവ് അക്കൗണ്ടൻസി ക്ലാസ്.